ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്ന് ഞാൻ ഗ്രൂപ്പിൽ അയച്ചതുപോലെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം അല്ലെങ്കിൽ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് കറന്റ് എന്നൊക്കെ പറയുന്ന ഈ ചാപ്റ്റർ ആണ് നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. നമ്മുടെ 12th തന്നെ വൺ ഓഫ് ദ ബിഗസ്റ്റ് ചാപ്റ്റേഴ്സ് മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. നമുക്ക് നീറ്റിന് 2 ചോദ്യങ്ങൾ, നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഫേസ് ചെയ്യുമ്പോൾ 2 ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ. കീം ആണെങ്കിൽ ഒരു 2 to 3 ക്വസ്റ്റ്യൻസ്, 3 ചോദ്യങ്ങളുടെ അടുത്തെങ്കിലും വരാൻ ചാൻസ് ഉള്ള ചാപ്റ്റർ ആണ്. ഈ അതേ കേസ് നിങ്ങൾ JEE എൻട്രൻസ് എക്സാമിനേഷൻ ഫേസ് ചെയ്യുവാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് ലൈക്ക് അഗെയിൻ 1 to 2 questions from the chapter. The 2 questions ഒരു steadfast rule ഇല്ല, but that much weightage is given to the chapter. ഈ ചാപ്റ്ററിൽ കുറേ കൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട്, കുറേ കൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ ലെറ്റ് മീ സീ ഹൗ മച്ച് കൺസെപ്റ്റ് ഐ ക്യാൻ ഡെലിവർ ടു യു ടുഡേ. ബാക്കി വരുന്നത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ എനർജറ്റിക് ആയിട്ടിരിക്കുക, ഉറക്കം വരാതെ നോക്കുക. നമ്മൾ പ്രിഡോമിനന്റ്ലി നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ് ചെയ്യുന്നത്. സോ മേക്ക് ഷുവർ യു കോൺസെൻട്രേറ്റ്, മേക്ക് ഷുവർ യു ആർ ഹിയർ ഫോർ ദ ഫുൾ കോഴ്സ് ഓഫ് ദ ക്ലാസ്. So let's begin our class, my dears, by solving the first question, the very first question. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2018 നീറ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? Question is, a metallic rod of mass per unit length 0.5 kilogram per meter. Mass per unit length is 0.5 kilogram per meter. All right, so mass per unit length is given as 0.5 kilogram per meter. Fine. Is lying horizontally on a smooth inclined plane which makes an angle of 30 degree with the horizontal. അപ്പോ ഇത് എവിടെയാണ് കിടക്കുന്നത്? ഒരു സ്മൂത്ത് ഇൻക്ലൈൻ പ്ലെയിൻ അല്ലേ? അപ്പൊ നമുക്ക് സ്മൂത്ത് ഇൻക്ലൈൻ പ്ലെയിൻ വരയ്ക്കണ്ടേ? യെസ്, ഒരു സ്മൂത്ത് ഇൻക്ലൈൻ പ്ലെയിൻ ഞാൻ പതുക്കെ വരച്ചു. ഓക്കെ, സ്മൂത്ത് ഇൻക്ലൈൻ പ്ലെയിൻ, ആംഗിൾ 30 ഡിഗ്രി ആണ്. അപ്പോൾ ഈ കറന്റ് ക്യാരിങ് മെറ്റാലിക് റോഡ് കിടക്കുന്നത് ഒരു ഇൻക്ലൈൻ പ്ലെയിനിലാണ്. അപ്പൊ നമുക്കൊരു ഡോട്ട് പോലെ റെപ്രസെന്റ് ചെയ്യാം, അങ്ങനെയല്ലേ കാണിക്കാൻ പറ്റും? ഡോട്ട് പോലെ കാണിച്ചു. 30 ഡിഗ്രി ഉള്ള ആംഗിൾ ഉള്ള ഇൻക്ലൈൻ പ്ലെയിനിലാണ് ഈ റോഡ് കിടക്കുന്നത്. The rod is not allowed to slide down by flowing a current through it when a magnetic field of induction 0.25 Tesla is acting on it in the vertical direction. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഏത് ഡയറക്ഷനിൽ? വെർട്ടിക്കൽ ഡയറക്ഷനിൽ. Okay, what is the value for the magnetic field given? 0.25 Tesla is the value for the magnetic field given over there. Okay, അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നതിന്റെ റിസൾട്ട് ആയിട്ട് the rod is able to maintain or the rod is able to stay there itself. Okay, അപ്പോൾ ഒരു vertically ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്. A current is also flowing through it. ഒരു കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. Let me call the current as I. The current flowing in the rod to keep it stationary is. ഈ റോഡ് ഇവിടെ തന്നെ ഇരിക്കണം, without moving anywhere, without going anywhere. So what is the current that is flowing in the road? എന്നാണ് ചോദ്യം. ഈ ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് കൺസെപ്ഷ്യൽ നോഹൗ വേണം. ഓക്കെ, ആദ്യത്തെ പോയിന്റ് അറിയേണ്ടത്, കറന്റ് ത്രൂ എ കറന്റ് ക്യാരിയിങ് കോയിൽ, ഇത് കോയിലല്ല, ഒരു റോഡാണ് അല്ലെ? അപ്പൊ കറന്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ഫോഴ്സിനെ കുറിച്ച് പറയണം. What is the force experienced by a charged particle kept in a magnetic field? So അതാദ്യം പറയാം. Force experienced by a charged particle. ഒരു charged particle experience ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെയാ തരുന്നതെന്ന് അറിയോ? I'm not going into the derivations or anything. So basic idea എന്ന് പറയുന്നത് F is equal to Q into V cross B. മക്കളെ ഓർത്ത് വെക്കുക. F is equal to Q into V cross B. That is a force experienced by a charged particle moving in a magnetic field. അപ്പോൾ എന്റെ ചാർജ് പാർട്ടിക്കിൾ ഒരു ആംഗിൾ തീറ്റയിലാണ് എൻ്റർ ചെയ്യുന്നത് വിചാരിക്കുക, പോകുന്നതെന്ന് വിചാരിക്കുക. This will be the direction of the force. This will be the direction of the magnetic field. V cross B ആണ്. അതിന്റെ അർത്ഥം force which is a vector quantity will be in a direction perpendicular to that of the velocity and magnetic field. ആ പോയിന്റ് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. വെലോസിറ്റിക്കും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഡയറക്ഷനിലായിരിക്കും നമ്മുടെ ഫോഴ്സ് വരിക.
ഇതാണ് ഈ സ്റ്റേറ്റ്മെന്റ് അർത്ഥം. F is equal to Q into V cross V. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഇതിന്റെ കുറെ സൈഡിലൂടെ കുറച്ച് പോയിന്റ്സ് പറഞ്ഞു പോകണം നമുക്ക്. അപ്പൊ ഇപ്പൊ തന്നെ പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആവും. അപ്പൊ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം അതിൽ നിന്ന്. F is equal to QVB sin theta. F is equal to what? QVB sin theta. The force experienced by a charged particle placed in a magnetic field. അപ്പൊ ഈ കേസ് വരുമ്പോൾ ഒന്ന് രണ്ടൊന്ന് സബ് കേസസ് ഇവിടെ പറയാം. Suppose the charged particle is neutral. Q neutral ആണെന്ന് വിചാരിച്ചു. ന്യൂട്രൽ ആണെങ്കിൽ എന്നെ അർത്ഥം അതിന്റെ ചാർജ് ഇല്ല. Q is equal to 0 എന്നാണ് അർത്ഥം. Q 0 ആണെങ്കിൽ force will be equal to 0. Very simple point അല്ലെ? അപ്പൊ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പറയും a neutral particle is released in a magnetic field. എന്താ പറയുന്നത്? A neutral particle is released in a magnetic field. അപ്പൊ ഒരു ന്യൂട്രൽ പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് റിലീസ് ചെയ്തു. അപ്പൊ ന്യൂട്രൽ പാർട്ടിക്കിൾ ആണെങ്കിൽ ഫോഴ്സ് 0 ആണ്. ഓക്കെ, അടുത്ത പോയിന്റ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റിനോട് ചേർത്ത് പറയാം. A neutral particle or a charged particle is released in a magnetic field. Released എന്ന വാക്ക് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ റിലീസ് എന്ന വാക്ക് ആദ്യം എവിടെ കേൾക്കുന്നതെന്ന് അറിയോ? നമ്മുടെ മറ്റേ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നൊക്കെ ഒരു കല്ലൊക്കെ ഡ്രോപ്പ് ചെയ്യില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക താഴത്തെ കൂടെ കാര്യങ്ങളും പോകുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എന്നാ ചെയ്യും? നിങ്ങൾ ഒരു കല്ലുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഡ്രോപ്പ് ചെയ്യത്തില്ല, ചേറ് എറിയുന്നത്. ഐ നോ ദാറ്റ്, ബട്ട് സ്റ്റിൽ റിലീസ്ഡ് ആണെങ്കിൽ ബേസിക്കലി റിലീസ്ഡ് ഐ ആം ജസ്റ്റ് ഡ്രോപ്പിംഗ്. റിലീസ്ഡ് എന്ന് വെച്ചാൽ ഡ്രോപ്പിംഗ്. അവിടെ ഈ വെലോസിറ്റി എന്താ മക്കളെ? 0 അല്ലെ? When you're releasing a charged particle, the velocity will be 0. അപ്പൊ ഫോഴ്സ് എന്തായിരിക്കും? QVB sin theta ആണ്. വെലോസിറ്റി 0 ആണ്. So force will be 0. Second case. അടുത്ത കേസ് ഇപ്പൊ ഫോഴ്സിന്റെ കേസ്. അടുത്ത നെക്സ്റ്റ് സൂപ്പർ കേസ് അതിലേക്ക് പോകും. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ suppose a charged particle is moving at an angle theta equal to 90 degree. Theta equal to 90 degree ആണെങ്കിൽ the force will be equal to QVB sin 90 1 ആണ്. So QVB which is the maximum force that is experienced by the charged particle. കാരണം sin theta യുടെ വാല്യൂ മാക്സിമം എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ തീറ്റ 90 ഡിഗ്രി ആയപ്പോൾ ഇറ്റ് ഇസ് ദ മാക്സിമം വാല്യൂ. ഓക്കെ, മൂന്നാമത്തെ കേസ്. നാലാമത്തെ കേസ് റൈറ്റ്. തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി അല്ലെങ്കിൽ 0. ഇപ്പൊ ഫോഴ്സ് എന്ത് വരും? F is equal to QVB sin 0 അല്ലെങ്കിൽ sin 180 എന്ന് പറയുന്നത് എന്താണ്? Again 0. Force is equal to 0. അപ്പൊ ഫോഴ്സ് 0 ആകുന്ന പല പല കേസസും ഫോഴ്സ് മാക്സിമം ആകുന്ന പല പല കേസസും ആണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഇനി ഇതിനോട് അഡ്ജസന്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇവിടെ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിരുന്നു നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ? ഇങ്ങനെ മക്കളെ, വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്. ഞാനൊരു ചെറിയൊരു സർക്കിൾ ഒന്ന് വരയ്ക്കാം. ഡ്രോയിങ് എ സ്മോൾ സർക്കിൾ ചെയ്യാം. വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആണ് മാഗ്നറ്റിക് ഫീൽഡ്. അതെപ്പോഴും അങ്ങനെ ആവണം നിർബന്ധമില്ല. പക്ഷെ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആണ് ഫോഴ്സ്. ആൻഡ് വെലോസിറ്റി ഈസ് ഓൾസോ പെർപെൻഡിക്കുലർ ടു ദി മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ഒരു കേസിന് സിമിലർ ആണ്. ഏത് കേസാണെന്നറിയോ? Whenever an object is moving in a circular path, I repeat, whenever an object is moving in a circular path, there will be a tangential. Velocity will always be tangential. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇവിടെ ഇതാ സിറ്റുവേഷൻ അല്ലെ? ഫോഴ്സ് വെലോസിറ്റി രണ്ടും പെർപെൻഡിക്കുലർ ആണ്. ഫോഴ്സും വെലോസിറ്റി പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഊഹിക്കാം, ഇങ്ങനെ മനസ്സിലാക്കാം, the particle will have a tendency to move in a circular path. Particle എന്ത് ടെൻഡൻസി ഉണ്ടാവും? It will have a tendency to move in a circular path. സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യാൻ നമ്മുടെ പാർട്ടിക്കിളിന് ഒരു ടെൻഡൻസി ഉണ്ടാവും. സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ we know that it will have a centripetal force അല്ലെ? ഓൾറെഡി നമുക്കറിയാം F is equal to എന്താണ്? QVB ആണ്. sin theta 90 ഡിഗ്രി എടുത്തു, QVB ആണ്. Now if the particle is having a component of force perpendicular to it, അത് സംഭവിക്കുന്ന എപ്പോഴാണ്? Whenever a particle is moving in a circular path.
അപ്പൊ ഒരു ഒബ്ജക്റ്റ് എപ്പോൾ സർക്കുലർ പാത്തിൽ പോയാലും അവിടെ ഉണ്ടാകുന്ന സാധനം എന്താ? സെൻട്രിപെറ്റൽ ഫോഴ്സ്. So whenever an object, എന്തും ആവട്ടെ, whatever it may be, whenever an object moves in a circular path, അവിടെ centripetal force ഉണ്ടാകും. QVB is equal to mv square by r ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാട്ടോ, m omega square r. മറക്കല്ലേ, സർക്കുലർ മോഷനില് അപ്പൊ സെൻട്രിപെറ്റൽ ഫോഴ്സ് നിങ്ങൾ ഓർക്കണം, അതൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും അല്ല. Whenever an object moves in a circular path, there will be a centripetal force. ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം ഇതാണ്. If my charge particle is entering at an angle of 90 degree, ഇതിന്റെ ഫോഴ്സ്, ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ്, എന്റെ ചാർജ്, ഈ ചാർജ് particle 90 degree ആംഗിൾ ആണ് ഇവിടെ എൻ്റർ ചെയ്യുന്നതെങ്കിൽ the charge particle will be moving in a circular path. It will be moving in a circular path. അപ്പൊ ആ സർക്കുലർ പാത്തിന്റെ റേഡിയസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ നിന്ന് QVB is equal to mv square by r. So r will be equal to, ഒരു v cancel ആയി പോയി, mv by qb, r കിട്ടി. The radius of the circular path is mv by qb. Next condition, radius കിട്ടി, നമുക്കപ്പോ ഒമേഗ കൂടി കണ്ടുപിടിക്കാം. ഇവിടെ നിന്ന് ഈ റിലേഷൻ QVB is equal to m omega square r യൂസ് ചെയ്താൽ മതി. ഓർ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം, ഈ v by r ഒമേഗ അല്ലേ, അപ്പൊ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. QB by m is equal to v by r, which is equal to omega. അപ്പൊ ഒമേഗ QB by m ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? 2π by t ആണ്, പഠിച്ചിട്ടുള്ളതാ അല്ലെ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാലോ, 2π by t എന്ന് പറഞ്ഞാൽ QB by m ആണ്, implies the time period is equal to 2πm by QB. Time period കിട്ടി. Time period എന്ന് വെച്ചാൽ എന്താ? The time taken to complete one circular path. ടൈം പീരീഡും കിട്ടി. ആൻഡ് വി നോ ദാറ്റ് ടൈം പീരീഡിന്റെ റെസിപ്രോക്കൽ ആണ് ആര്? മക്കള് പറഞ്ഞേ, ടൈം പീരീഡിന്റെ റെസിപ്രോക്കൽ ആണ് ആര്? Frequency. Very good. Time period reciprocal on frequency. Frequency will be the reciprocal of time period, or that will be equal to QB by 2πm. And makkale, please remember that ee frequency nisara karanamalla, ivane nammal mattoru peru parayum, cyclotron frequency. ഇത് തന്നെയാണ് നമ്മുടെ സൈക്ലോട്രോൺ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. CBSE സിലബസിൽ നിന്നൊക്കെ നമുക്ക് ഈ പ്രാവശ്യം അത് കാണാനില്ല, സൈക്ലോട്രോൺ ഫ്രീക്വൻസി. ബട്ട് ഇറ്റ്സ് എൻ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ്. കാരണം ആ പേരില്ലെങ്കിലും ഈ ഫ്രീക്വൻസിക്ക് എന്തായാലും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്, സൈക്ലോട്രോൺ ഫ്രീക്വൻസി. പലപ്പോഴും പരീക്ഷിക്കണ്ടല്ലോ, ഒന്നല്ലെങ്കിൽ ഫ്രീക്വൻസി, ഒന്നല്ലെങ്കിൽ വെലോസിറ്റി, അല്ലെങ്കിൽ റേഡിയസ്. ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും കണ്ടീഷൻസ് വെച്ച് ഒരു പ്രോബ്ലം വരാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ ആണ്. ഓക്കെ, ഈ സൈക്ലോട്രോൺ എന്ന് പറയുന്ന ഡിവൈസിനെ കുറിച്ച് കൂടി ഒരു വാക്ക് പറഞ്ഞോട്ടെ. സൈക്ലോട്രോൺ ഇസ് എ വെർട്ടിക്കൽ ആക്സിലറേറ്റർ. നമ്മുടെ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ വെർട്ടിക്കൽ ആക്സിലറേറ്റർ എന്ന് പറയുന്നത് ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്ന് പറയും. നമ്മുടെ ബിഗ് ബാങ് തിയറിയും അങ്ങനെ കുറെ തിയറീസ് ഒക്കെ അത് കറക്റ്റ് ആണോ അതെങ്ങനെ പ്രൂവ് ചെയ്യാനൊക്കെ കൊളിഷൻസ് ഒക്കെ നടത്തി ചെയ്യാനാണ് ഈ സംഭവം യൂസ് ചെയ്യുന്നത്. ഏത് സംഭവം? നമ്മുടെ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ പോലത്തെ വെർട്ടിക്കൽ ആക്സിലറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനൊക്കെ മുമ്പായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ് സൈക്ലോട്രോൺ എന്ന് പറയുന്നത്. അതിന്റെ പ്രിൻസിപ്പിൾ വളരെ സിമ്പിൾ ആണ്, ഓടിച്ചിട്ടൊന്ന് ഞാൻ പറയാം. രണ്ട് ഡി ഷേപ്പ് സാധനങ്ങൾ ഉണ്ടാവും. We will have 2 Ds. My drawing is not up to the mark. Okay, മനസ്സിലാക്കി എടുത്താൽ രണ്ട് Ds ഉണ്ടാവും. ഓക്കെ, എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചാർജ് പാർട്ടിക്കിൾ, വെറും ചാർജ് പാർട്ടിക്കിൾ അല്ല, ഹെവി ആയിട്ടുള്ള ചാർജ് പാർട്ടിക്കിൾ. ഹെവി എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ QB by 2πm ആണ്. മാസ് വളരെ ചെറുതാണെങ്കിൽ ഫ്രീക്വൻസി ഭയങ്കര ഹൈ ആവും. ഫ്രീക്വൻസി ഭയങ്കര ഹൈ ആയാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. വി ലൂസ് കൺട്രോൾ ഓഫ് ദാറ്റ്. മറ്റേ പാട്ട് പോലെ പോകും, ലൂസ് കൺട്രോൾ എന്ന് പാട്ട് പോലെ പോകും. സോ ഒരു ചാർജ് വെക്കുമ്പോൾ നമ്മൾ എങ്ങനത്തെ ചാർജ് വെക്കണം എന്നറിയോ? ഒരുവിധം മാസ് ഉള്ളത്. അപ്പൊ ഇലക്ട്രോൺ നമ്മൾ പ്രിഫർ ചെയ്യത്തില്ല. വി പ്രിഫർ സംതിങ് ലൈക്ക് എ പ്രോട്ടോൺ. വിൽ കീപ് ഇറ്റ് ഓവർ ഹിയർ. അപ്പൊ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുണ്ടല്ലോ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഒക്കെ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ നമുക്കറിയാം ഈ ചാർജ് പാർട്ടിക്കിൾ റിലീസ് ചെയ്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഇവിടെ ഒരു പൊട്ടൻഷ്യൽ കൊടുത്തു. ഇപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തു, ഇവിടെ പോസിറ്റീവ്. അപ്പൊ ഈ നെഗറ്റീവിനെ കാണുമ്പോൾ ഈ പ്രോട്ടോട് സന്തോഷമായി, ഇവൻ ഇങ്ങനെ ഓടി ഇങ്ങനെ അടുത്തേക്ക് വരും. അടുത്തേക്ക് വന്നു കഴിയുമ്പോൾ എന്ത് പറ്റുന്നറിയോ? വെലോസിറ്റിയിലല്ലേ മൂവ് ചെയ്യുന്നത്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് താഴത്തോട്ട്. അപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇവനെ അങ്ങ് കറക്കും. വിൽ ആക്ച്വലി ബെൻഡ് ഇറ്റ് ഇൻ എ സർക്കുലർ പാത്ത്. അപ്പൊ ഇങ്ങനെ കറങ്ങി ഇവിടെ എത്തുമ്പോഴത്തേക്ക് എന്നാ പറ്റും? ഇത് പ്ലസ് മാറി ഇത് മൈനസ് വരും, ഇത് പ്ലസ് വരും.
സോ അവന് ഓടി മൈനസിന്റെ അടുത്തേക്ക് പിന്നെയും വരും, പിന്നെയും ഇവിടെ വരുമ്പോൾ കറങ്ങിപ്പോവും, ഇവിടെ വരുമ്പോൾ കറങ്ങിപ്പോയിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും ദേ ഇവിടെ പ്ലസ് മാറി വീണ്ടും മൈനസ് വരും. ഓൾട്ടർനേറ്റിംഗ് പൊട്ടൻഷ്യൽ ആണ് നമ്മൾ ഡീസിന് കൊടുക്കുന്നത്. കുറച്ചു നേരം ഡി പോസിറ്റീവ് ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് നെഗറ്റീവ് ആകും. എന്തിനാണത്? ഈ പെർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ടൈം പീരീഡ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. ഇവൻ കറക്റ്റ് ഇവിടെ എത്തുമ്പോഴാണ് ഇവന്റെ പോസിറ്റിവിറ്റി മാറി നെഗറ്റീവ് ആവുക. ഇവൻ അതുപോലെ കറക്റ്റ് ഇവിടെ എത്തുമ്പോഴാണ് ഇവൻ പോസിറ്റീവ് ആയിരുന്നു മാറി ഇവിടെ നെഗറ്റീവ് വരിക. അപ്പൊ ഇവനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ കറക്കി ഹൈ വെലോസിറ്റി, ഹൈ ആക്സിലറേഷൻ ബിൽഡ് ചെയ്യുന്ന രീതിയിലാണ് അവിടെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ബേസിക്കലി ഒരു സൈക്ലോണിന്റെ വർക്കിംഗ്. എന്നിട്ട് നമുക്കൊരു സ്ലോട്ട് ഒക്കെ ഉണ്ടാവും. സ്ലോട്ട് വഴി സാധനങ്ങൾ പുറത്തേക്ക് എടുത്തു, എവിടെയാണോ ഹിറ്റ് ചെയ്യിപ്പിക്കേണ്ടത് അവിടെ കൊണ്ടുപോയി ഹിറ്റ് ചെയ്യിപ്പിക്കും. ആൻഡ് വിൽ ബി ഒബ്റ്റെയിനിങ് our desired result. Okay, so that is basically what is happening in a cyclone. Okay, ഡീറ്റെയിൽ ഒന്നുമല്ല, ചിന്ന ബ്രീഫ് ആയിട്ടൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, സോ നമ്മൾ കുറേ ഡേറ്റ പറഞ്ഞു ഇപ്പോൾ, പക്ഷെ ഇപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ ആവശ്യമുള്ള ഡേറ്റ പറഞ്ഞിട്ടില്ല. Now ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് the force experienced by a current carrying conductor placed in a magnetic field ആയിരുന്നു ക്വസ്റ്റ്യനിൽ ആവശ്യമുള്ളത്. നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? The force experienced by a charged particle kept in a magnetic field. അപ്പൊ ഒരു ചാർജ് പാർട്ടിക്കിൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ച് പഠിച്ചാലേ ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ച് പഠിക്കാൻ പറ്റത്തുള്ളൂ. That's why I actually explained all these things. And what is the force experienced by a current carrying coil or a current carrying conductor placed in a magnetic field? It is given by I into L cross B. Okay, so F is equal to I into L cross B or ILB sin theta. ഇതാണ് the force experienced by a current carrying conductor and അതാണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഓക്കെ, സോ നമുക്ക് ആ സംഭവം ഒന്ന് ഇവിടെ യൂസ് ചെയ്യണം. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ട് നമുക്ക്. ആ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഇവിടെ വെച്ചേക്കുക. വെർട്ടിക്കൽ ആയിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് മുകളിലേക്ക്. ഓക്കെ, ഈ സംഭവം ഇവിടെ ഇരിക്കുമ്പോൾ ഇവൻ എപ്പോഴും താഴത്തേക്ക് ഒരു സാധനം ഉണ്ടാവും. എന്താണെന്നറിയോ? വെയിറ്റ് mg. He will be experiencing a weight in the downward direction. Magnetic field മുകളിലേക്ക്, mg താഴത്തോട്ട്. ഇവൻ താഴത്തേക്ക് വീഴുന്നില്ല. എന്തുകൊണ്ടാ? Because ഇവന്റെ വെയിറ്റിന്റെ കമ്പോണന്റ് is actually balanced by the force due to the magnetic field. If magnetic field കാരണമുള്ള ഫോഴ്സ് ഇവന്റെ വെയിറ്റിനെ അങ്ങ് ബാലൻസ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പൊ ഞാനിത് ജസ്റ്റ് ഭംഗിക്ക് വരയ്ക്കാൻ വേണ്ടി വരച്ചു. ഇത് 30 ഡിഗ്രി ആണല്ലോ, അപ്പൊ ഇതും 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇത് എന്ത് വരും? 90 - 30 വരും, അല്ലെങ്കിൽ 60 ഡിഗ്രി വരും. ഓക്കെ, അപ്പൊ ഇത് 30 ഡിഗ്രി ആണെങ്കിൽ mgനെ റിസോൾവ് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് റിസോൾവ് ചെയ്യാം. സോ ദാറ്റ് വിൽ ബി കറസ്പോണ്ടിങ് ടു ഇത് mg sin 30 എന്നായിരിക്കും ഇങ്ങോട്ട് വരിക. mg sin 30 എന്നായിരിക്കും വരിക. ഓൾറൈറ്റ്, സോ mg sin 30 എന്ന് വന്നു. ഇനി ബിനെ റിസോൾവ് ചെയ്യണം ഇങ്ങോട്ട്. അപ്പോ b cos 60 എന്നാണ് എനിക്ക് വരിക. b cos 60. ഓക്കെ, ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കാം. ഫോഴ്സസ് ബാലൻസ്ഡ് ആവണം എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിനെ റിസോൾവ് ചെയ്തിട്ട് വലിയ കാര്യമില്ല, ഫോഴ്സസിനെയാണ് നമുക്ക് റിസോൾവ് ചെയ്യേണ്ടത്. മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ എന്തായാലും കമ്പോണന്റ് ആക്കി എടുത്തു. ഇനി ഫോഴ്സസ് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ വരും? ഹൗ ഡു യു റിസോൾവ് ദ ഫോഴ്സ്? പറയാമോ? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് മുകളിലേക്ക്, mg താഴത്തോട്ട്, കറന്റ് ഇങ്ങനെ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പോൾ ഹൗ ഡു യു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ്? ഞാൻ പറഞ്ഞു I into L cross B ആണ്. L cross B എന്ന് പറയുമ്പോൾ എല്ലിനും ബിന്റെയും പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ഫോഴ്സ് വരുന്നത്. ഓക്കെ, ഇറ്റ് വിൽ ബി ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് ദി കറന്റ് ആൻഡ് ദി മാഗ്നറ്റിക് ഫീൽഡ്. ആൻഡ് ആസ് എ റിസൾട്ട് നമുക്ക് ഇവിടെ പറയാം the force will be in this direction. ഫോഴ്സ് വരാൻ പോകുന്നത് ഇങ്ങോട്ടായിരിക്കും. ഞാൻ ഇവിടെ ഒന്ന് നീറ്റ് ആയിട്ട് വരയ്ക്കാം. Just creating some space over here. ഇത് ഞാൻ റബ്ബ് ചെയ്യുന്നില്ല. നിങ്ങൾക്കത് PPT കിട്ടുമ്പോൾ you will have this. Okay, I'm just creating a page over here. Yes, ആ ഫിഗർ ഒന്നുകൂടെ വരയ്ക്കണം കേട്ടോ, ഭംഗിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. ഇൻക്ലൈൻ പ്ലെയിൻ വരച്ചു, ആംഗിൾ ഒക്കെ മാർക്ക് ചെയ്ത് പോവാം. നമുക്ക് ഒരു പോയിന്റ് മാസ് ആണ് ഇരിക്കുന്നത്. താഴത്തോട്ട് mg ഉണ്ടാകും. along the plane mg sin theta വരും.
ഒരു മാഗ്നറ്റിക് ഫീൽഡ് നേരെ മുകളിലേക്കുണ്ട്, ഒരു ഫോഴ്സ് ഇങ്ങോട്ട് വരും ഡ്യൂ ടു ദി മാഗ്നറ്റിക് ഫീൽഡ്. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇങ്ങോട്ട് എം ജി സൈൻ തീറ്റയാണ് വരിക, ഇങ്ങോട്ട് എം ജി ആണ് വരിക, ഇത് തീറ്റയാണ്, ഇത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്, ഇങ്ങോട്ട് വരിക ഐ എൽ ബി. ദാറ്റ് ഇസ് വാട്ട് ഇസ് കമ്മിങ് ഓവർ ദർ. ഓക്കെ, സോ ഫൈനലി നമ്മൾ എഴുതി വരുമ്പോൾ നമുക്ക് എന്നാ കിട്ടും? Let me take this step paper. Yes. അപ്പോൾ നമുക്ക് ഫൈനലി എഴുതി വരുമ്പോൾ എന്ത് കിട്ടും? ഐ എൽ ബി നമുക്കൊന്ന് റിസോൾവ് ചെയ്യണം, നമുക്ക് എം ജി സൈൻ തീറ്റയുടെ സൈഡിലേക്ക് കൊണ്ടുവരണം അല്ലെ. ഐ എൽ ബി അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്താ കിട്ടാൻ പോകുന്നത്? നമുക്ക് ഐ എൽ ബി അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ വിൽ ബി ഗെറ്റിംഗ്, ഇത് 30 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതും 30 ഡിഗ്രി തന്നെയാണ്, ബിക്കോസ് ദേ ആർ കറസ്പോണ്ടിങ് ആംഗിൾസ്. സോ ദിസ് വിൽ ബി ഐ എൽ ബി കോസ് 30. ഓക്കെ മക്കളെ, മുകളിലേക്ക് ഒരു ഫോഴ്സ് വരുന്നു, താഴത്തേക്ക് എം ജി സൈൻ തീറ്റ വരുന്നു. ദേ ആർ ബാലൻസിങ് ഔട്ട് ഈച്ച് അതർ, അതുകൊണ്ടാണ് ഇവൻ താഴത്തേക്ക് വീഴാത്തത്. ദാറ്റ് ഇസ് ദ ലോജിക്. ഓക്കെ, സോ മാഗ്നറ്റിക് ഫീൽഡ് മുകളിലേക്കുണ്ട്, ഒരു കറന്റ് ഉണ്ട്, ഒരു ഫോഴ്സ് വരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റൂൾ യൂസ് ചെയ്യാം, എഫ് ബി ഐ. എഫ് ബി ഐ വേണമെങ്കിൽ യൂസ് ചെയ്യാം. എഫ് ബി ഐ ഫോഴ്സ് ഡയറക്ഷൻ കണ്ടുപിടിക്കാം. മാഗ്നറ്റിക് ഫീൽഡ് മുകളിലേക്ക്, കറന്റ് ഇങ്ങോട്ട്, സോ ഫോഴ്സ് ഇവിടെ റൈറ്റിലേക്ക്. ലെഫ്റ്റ് ഹാൻഡ് റൂൾ വേണം യൂസ് ചെയ്യാൻ ഇവിടെ. ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഫ്ലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുമ്പോൾ എഫ് ബി ഐ, എഫ് ബി ഐ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ് ഞാൻ പഠിച്ചു വെക്കുന്നത്, അല്ലെങ്കിൽ ഫാദർ മദർ ചൈൽഡ് അങ്ങനെയൊക്കെ പഠിക്കാം. ഓക്കെ, whatever you want to learn, you can learn, no problem. Remember that FBI. അത് യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? മാഗ്നറ്റിക് ഫീൽഡ് മുകളിലേക്ക്, പോയിന്റ് ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ്, കറന്റ് അകത്തേക്ക് ഉള്ളിലേക്ക്. നിങ്ങൾ പിടിച്ചു നോക്കണേ മക്കളെ, ഫോഴ്സ് ഇവിടെ റൈറ്റിലേക്ക്. സോ ഫോഴ്സിന്റെ ഡയറക്ഷൻ കിട്ടി ഐ എൽ ബി. ഫോഴ്സിന്റെ ഡയറക്ഷന് സംശയമുള്ളവർക്ക് വേണ്ടി അത് പറഞ്ഞത്. ഓക്കെ, ഇക്വേറ്റ് ചെയ്തോ. ആരാധി ആൻസർ പറയാൻ പോകുന്നേ? എം ജി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ILB cos theta. So who's going to tell me the answer first? Mass per unit length തന്നിട്ടുണ്ട് 0.5 ആണ്. അപ്പൊ L നെ ഇങ്ങോട്ട് എടുക്കാം. M/L ന്റെ വാല്യൂ നമുക്ക് അറിയാം, G ന്റെ വാല്യൂ അറിയത്തില്ല, 10 എന്ന് എടുക്കാം. sin 30 1/2 ആണ്. I അറിയത്തില്ല, കണ്ടുപിടിക്കണം. മാഗ്നറ്റിക് ഫീൽഡ് എത്രയാ? 0.25 ആണ്. cos 30 എത്രയാ? cos 30 എന്ന് പറയുമ്പോൾ what is cos 30? Anyone? Root 3/2. Very good. Root 3/2. So ഈ 2 cancel ആയി പോയി. പിന്നെ എന്തുവാ ക്യാൻസൽ ആവുന്നത്? മാസ് ബൈ ലെങ്ത് 0.5 ആണ്. അപ്പൊ അതിന് 0.5 എന്ന് കൊടുക്കാം. അപ്പൊ ഒരു 0.5 ഒക്കെ പോയി. സോ ഫൈനലി ആൻസർ എന്ത് കിട്ടും മക്കളെ? ആരെങ്കിലും ആൻസർ ചെയ്ത് പറഞ്ഞേ? Quick, I'm waiting for your answers guys. Sir, 11.32. Very good. So the answer that was put forward by Devika is exactly right. Devika പറഞ്ഞ answer is 11.32, which is the correct answer. Okay. അപ്പോൾ ഈ കൺസെപ്റ്റിനെ ഒന്നുകൂടെ ഓടിച്ചിട്ട് പറയാം കേട്ടോ. അപ്പൊ ഈ ഒരു ചോദ്യം നിങ്ങൾ ചെയ്തപ്പോ കുറെ കൺസെപ്റ്റുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, അതൊക്കെ മനസ്സിൽ വേണം കേട്ടോ. അപ്പൊ വൺസ് അഗെയിൻ എന്താണ് ആദ്യം തൊട്ട് നമുക്ക് പറയാം. നമ്മൾ ഇവിടെ എടുത്തത് എന്താ? ഒരു ഇൻക്ലൈൻ പ്ലെയിൻ എടുത്തു, അതിനകത്ത് ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ വെച്ചു. ഈ കറന്റ് ക്യാരിങ് കണ്ടക്ടർ കറന്റ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് വെക്കുന്നത്. ഇറ്റ് ഇസ് പെർപെൻഡിക്കുലർ ടു ദാറ്റ്. മാഗ്നറ്റിക് ഫീൽഡ് മുകളിലേക്ക് പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്തത്? അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഒക്കെ റിസോൾവ് ചെയ്തു. താഴത്തേക്ക് എം ജി ഉണ്ട്, മുകളിലേക്ക് ബി. അങ്ങനെ തന്നെ എം ജി സൈൻ തീറ്റ ഇൻക്ലൈൻ പ്ലെയിൻ എടുത്തു, അതുപോലെ എം ജി. ഇത് സംശയമുള്ളവർ നോക്കിക്കോളൂ കേട്ടോ. എം ജി സൈൻ തീറ്റ വന്നത് സംശയം ഉണ്ടെങ്കിൽ you can look here. ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് 30 ഡിഗ്രി അല്ലേ? ഒരു ട്രയാങ്കിൾ പോലെ എടുത്താൽ ഇത് 90 വരും, ഇത് 60 വരും, ഇത് തീറ്റ വരും. അപ്പൊ ഇത് എം ജി കോസ് തീറ്റയും ഇത് എം ജി സൈൻ തീറ്റയും കേട്ടോ. നമ്മൾ ലോസ് ഓഫ് മോഷൻ ചാപ്റ്ററിൽ 11th പഠിക്കുന്ന കൺസെപ്റ്റ് നിങ്ങൾ കാണിച്ചു തന്നുള്ളൂ അറിയാത്തവർക്ക്. അപ്പൊ എം ജി സൈൻ തീറ്റ വരും. ഇവിടെ ഒരു എന്തുണ്ട്? ഫോഴ്സ് ഉണ്ട്, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് കാരണം. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യണം. എഫ് ബി ഐ, ബി ഇതാണ്, ഐ ഇതാണ്, ഇങ്ങനെ വെച്ചു. സോ റൈറ്റിലേക്ക് ഐ എൽ ബി. ഓക്കെ, ഐ എൽ ബിനെ ഇങ്ങോട്ട് റിസോൾവ് ചെയ്തു, ഐ എൽ ബി കോസ് തീറ്റ. അപ്പൊ ഇത് താഴത്തേക്ക് വീഴാത്തതിന്റെ കാരണം ഇറ്റ് ഇസ് ഡ്യൂ ടു ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് by the conductor due to the magnetic field. രണ്ടും ഇക്വേറ്റ് ചെയ്യുന്നു, ആൻസർ കണ്ടുപിടിക്കുന്നു. പക്ഷെ ഈ ഇക്വേഷനിലേക്ക് വരുന്നതിന് മുമ്പ്
charge placed in a magnetic field or charge moving in a magnetic field കണ്ടുപിടിച്ചു. F is equal to Q into V cross B. അതിന്റെ കുറേയും കണ്ടീഷൻസും പഠിച്ചു. ആ ഒറ്റ കണ്ടീഷൻ പോലും നമ്മൾ മറന്നു പോകരുത്. അടുത്ത ചോദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. 2013 ക്വസ്റ്റ്യൻ ആണ്. A long straight wire carries a certain current and produces a magnetic field of 2 into 10 raised to minus 4 Weber per meter square at a perpendicular distance of 5 centimeter from the wire. Okay. അപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം നമുക്കൊന്ന് വരച്ചു വെക്കാം കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചെയ്യാലോ. Let me take a pen. Yes. പറഞ്ഞിട്ടുള്ള കാര്യം ഞാനൊന്ന് വരച്ചു വെക്കുകയാണ്. ഒരു വയർ എടുത്തു. Magnetic field at a perpendicular distance of 5 centimeter from a wire. അപ്പോൾ നമുക്കൊരു 5 centimeter ഡിസ്റ്റൻസ് വരയ്ക്കാം. 5 centimeter ഡിസ്റ്റൻസ് വരച്ചു. അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എഴുതി വെക്കണമെന്നില്ല, നമുക്ക് ഇവിടെ എഴുതി വെക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു 2 into 10 to the power of minus 4. Okay. An electron situated at 5 centimeter from the wire moves with a velocity of 10 raised to 7 meter per second. Electron velocity എത്രയാ? 10 raised to 7 meter per second ആണ് നമ്മുടെ ഇലക്ട്രോണിന്റെ വെലോസിറ്റി. ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതും എവിടെയാ? 5 സെന്റിമീറ്റർ ദൂരെ തന്നെ. ഇലക്ട്രോൺ ഇവിടെ ഇരിക്കുന്നത് 5 സെന്റിമീറ്റർ ദൂരെ ഇരിക്കുന്നത്. Moves along the wire with a velocity towards the wire along perpendicularly. ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കണേ. From the wire moves along with a velocity of towards the wire along the perpendicular to it. അപ്പോൾ ഇലക്ട്രോൺ ഇങ്ങനെയാ മൂവ് ചെയ്യുന്നത്, towards the wire, വയറിന് അടുത്തേക്ക് അല്ലേ. The force experienced by the electron will be, what will be the force experienced by the electron? Good question. എന്തായിരിക്കും ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്? അപ്പൊ ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നന്നായി വായിച്ചു നോക്കണം, എന്നാലേ ആൻസറിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഫോഴ്സിന്റെ ഫോർമുല ഞാൻ കുറച്ച് മുന്നേ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. വാട്ട് വാസ് ദ ഫോർമുല ഫോർ ദ ഫോഴ്സ്? F is equal to QVB sin theta. Very good. F is equal to QVB sin theta എന്നാണ് ഞാൻ പഠിപ്പിച്ചു തന്നത്. ഇവിടെ ഞാൻ ആ ഫിഗറിൽ ഡയറക്ഷൻസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ അറിയേണ്ട ഡയറക്ഷൻ എന്താണെന്നറിയോ? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അറിയണം. ഒരു കറന്റ് ഇസ് ദെയർ, എ കറന്റ് ഇസ് ദെയർ ഇൻ ദി കണ്ടക്ടർ. അവിടെ കണ്ടുപിടിക്കേണ്ടത് ഫോഴ്സ് എക്സ്പീരിയൻസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഡയറക്റ്റ് സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റൻ ആണ്. പക്ഷെ അവിടെ ഡയറക്ഷൻ കൂടി കണ്ടുപിടിക്കണം. ആരുടെ? മാഗ്നറ്റിക് ഫീൽഡിന്റെ. അതിനാണ് നമുക്ക് എന്തുള്ളത്? റൈറ്റ് ഹാൻഡ് തംബ് റൂൾ ഉള്ളത്. കീപ്പിംഗ് ദ തംബ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി കറന്റ്. കറന്റ് മുകളിലേക്ക്, തംബ് കറന്റ് നേരെ പിടിച്ചു. Curl the fingers. Fingers curl ചെയ്തു അല്ലേ? So keeping the thumb in the direction of the current, the direction in which I am curling my fingers will give the direction of the magnetic field. അപ്പോൾ ഞാൻ ഇവിടെ തമ്പ് നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കണേ മക്കളെ. തമ്പ് ഞാൻ മുകളിലേക്ക് പിടിച്ചു, കറന്റിന്റെ ഡയറക്ഷനിൽ പിടിച്ചു. I am curling my fingers like this. Fingers ഇങ്ങനെ curl ചെയ്യുന്നു. Fingers curl ചെയ്യുമ്പോൾ ഇങ്ങനെ. Fingers ഇങ്ങനെയാ curl ചെയ്യുന്നത്. ഇങ്ങനെ curl ചെയ്യുന്നു, ഇങ്ങനെ curl ചെയ്യുന്നു. Fingers പിടിച്ചു നോക്കണോട്ടോ നിങ്ങള്. ഇങ്ങനെ കേൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വരുന്നു. ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ ഇവിടെ ഒന്ന് വരയ്ക്കാം. ഇവിടെ വരുമ്പോൾ the magnetic field will be something like, the magnetic field will be something like this. Drop direction also. ഇങ്ങനെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. അതായത് പോയിന്റ് പിയില് the magnetic field is into the plane. പോയിന്റ് പിയില് മാഗ്നറ്റിക് ഫീൽഡ് is into the plane. മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്കാണ്. ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ട്, ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് ഇങ്ങോട്ട്. which means മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ട്, ചാർജ് പാർട്ടിക്കിൾ ഇങ്ങോട്ട്. what is the angle between them? എന്താ ഇവര് തമ്മിലുള്ള ആംഗിൾ നോക്കിക്കേ. ചാർജ് പാർട്ടിക്കിൾ, ഇത് മാഗ്നറ്റിക് ഫീൽഡ്, ഇത് ചാർജ് പാർട്ടിക്കിൾ. so what is the angle? What is the angle? 90 degree. 90 degree. Yes, very good, very good. 90 degree. നമുക്ക് കഴിഞ്ഞു. ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ ദി ഇലക്ട്രോൺ കണ്ടുപിടിച്ചാൽ പോരെ. ഇനി എന്നാ ചെയ്യണ്ടേ? F is equal to QVB sin 90. 90.
The angle between the velocity and the magnetic field is 90 degree. Q തന്നിട്ടുണ്ട് 1.6 into 10 raised to minus 90. ആദ്യം ചെയ്യണം നോക്കട്ടെ കേട്ടോ. Velocity അറിയാം 10 to the power of 7. B അറിയാം 2 into 10 to the power of minus 4. Who's going to give me the answer first? Your time starts now. Sir, option 3.2. 3.2 ഉണ്ടല്ലോ. 3.2 into 10 raised to minus 16. Very good, very good, very good. 3.2 into 10 raised to minus 16 Newton. Okay, simple and direct ആണ്. പക്ഷേ ഈ ഡയറക്ഷൻ ഈ ആംഗിൾ എങ്ങോട്ടാണെന്ന് കണ്ടുപിടിച്ചാൽ സംഭവം സോൾവ് ആയി. ഓക്കെ, അപ്പോൾ 10 to the power of minus 14, 7 വന്നു, ഇത് 3 നമ്പർ, 7 to the power of minus. Very good. Option B is the correct answer. All right. അടുത്ത question. Ionized hydrogen atoms. Ionized hydrogen എന്ന് പറയുമ്പോൾ കെമിസ്ട്രി ഒക്കെ വന്നിരിക്കുന്നു ഫിസിക്സിനകത്ത്. നോക്കാം. Ionized hydrogen atoms and alpha particles. ആരാ ഈ ആൽഫ പാർട്ടിക്കിൾ? എന്താണ് ഈ ആൽഫ പാർട്ടിക്കിൾ? ആരാണ്? എന്താണ് ആൽഫ പാർട്ടിക്കിൾ? Sorry for that. ആരാണ് ആൽഫ പാർട്ടിക്കിൾ? എന്താണ് ആൽഫ പാർട്ടിക്കിൾ? Someone tell me. ആൽഫ എന്ന് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ആൽഫ പാർട്ടിക്കിൾസ് എന്ന് എന്ത് ചോദ്യമല്ല. 12th പഠിക്കുന്ന ഞങ്ങളോട് ആൽഫ പാർട്ടിക്കിൾസിനെ കുറിച്ച് അറിയുമെന്ന് എന്താ സാറേ ചോദിക്കുന്നത്? അറിയത്തില്ലേ ആൽഫ ആരാന്ന്? നമ്മുടെ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ഒക്കെ ഓർക്കുന്നുണ്ടോ? റുദർഫോർഡ്സ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് അല്ലെ? ആ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ആണ് gives an idea about the nuclear radius and everything. So alpha particles എന്ന് വെച്ചാൽ വലിയ പുള്ളികളൊന്നും അല്ല. They are simply the helium He2 അവനാണ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഹൈഡ്രജൻ ആറ്റംസ്. ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ H11 ഹൈഡ്രജൻ ആറ്റം, nothing else, H11. ഇനി നമുക്ക് എന്താ വേണ്ടത് മക്കളെ? Hydrogen atoms and alpha particles with same momenta. Same momenta എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെന്റം സെയിം ആണ്. അപ്പൊ ഹൈഡ്രജന്റെ മൊമെന്റവും ഹീലിയത്തിന്റെ മൊമെന്റവും ആൽഫ പാർട്ടിക്കിൾ ആണ്. ഹീലിയം കേട്ടോ, സംശയം വരരുത്, ആൽഫ പാർട്ടിക്കിൾ തന്നെയാണ് ഹീലിയം. മൊമെന്റം സെയിം ആണ്. Enters perpendicular to a constant magnetic field. വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ്, 90 ഡിഗ്രി ആണ്. ഓക്കെ, സോ F is equal to QVB എഴുതിയാൽ മതി. QVB sin തീറ്റ വേണ്ട, VB sin 90 വരും എന്നർത്ഥം. ഓക്കെ, the ratio of the radii of the path will be radii. അപ്പൊ രണ്ട് ചാർജ് പാർട്ടിക്കിൾസ് എങ്ങനെ എൻ്റർ ചെയ്യുന്നത്? ഒരു മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് രണ്ട് പാർട്ടിക്കിൾസ് എൻ്റർ ചെയ്യുന്നത്. അവരുടെ റേഡിയസിന്റെ റേഷ്യോ, റേഡിയസിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. R is equal to mv by qb എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു ഇക്വേഷൻ. ഓക്കെ, സോ രണ്ടു പേർക്കും സെയിം മൊമെന്റം ആണ് പറയുന്നുണ്ട്. സെയിം മൊമെന്റം. അപ്പൊ മൊമെന്റത്തിനെ കുറിച്ച് നമ്മൾ ബോധർ ചെയ്യണ്ട, സെയിം മൊമെന്റം ആണ്. അപ്പൊ mv രണ്ടുപേരുടെയും കോൺസ്റ്റന്റ് ആണ്. മാഗ്നറ്റിക് ഫീൽഡും സെയിം അല്ലേ? രണ്ടുപേരും എൻ്റർ ചെയ്യുന്നത് സെയിം മാഗ്നറ്റിക് ഫീൽഡിലേക്കാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാലോ, R is proportional to 1 by Q. പ്രശ്നമുണ്ടോ മക്കളെ? R is proportional to 1 by Q. കാരണം mv മൊമെന്റം അത് കോൺസ്റ്റന്റ് ആണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. രണ്ടുപേരുടെ ഈക്വൽ ആണ്. B സെയിം ആണ്. സോ R is proportional to 1 by Q ആണ്. or R hydrogen by R alpha is equal to റെസിപ്രോക്കൽ ആവരണേ. അപ്പൊ റേഷ്യോ എടുക്കണം രണ്ട് കേസ് എഴുതിയിട്ട്. അപ്പൊ ഇതൊരു കേസ് ഹൈഡ്രജൻ ബൈ Q ഹൈഡ്രജൻ, മറ്റത് R alpha proportional to 1 by Q alpha. Ratio എടുക്കുമ്പോൾ you'll be getting Q alpha by Q hydrogen. So we can find from here helium alpha charge 2 ആണ്. Hydrogen H11 അവന്റെ ചാർജ് 1 ആണ്. So that will be 2 by 1. 2:1 is the answer. Hydrogen by alpha ആണ് ചോദിക്കുന്നത്. So the correct answer is option B, 2:1, which is the needed answer. Okay, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് കൺസെപ്റ്റ് വെച്ചിട്ടാണ് ചെയ്തത്? mv by qb കൺസെപ്റ്റ് വെച്ചിട്ടാണ് ചെയ്തത്. ഓക്കെ, എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നൊരു കാര്യം ഞാൻ പറയും. എനിക്ക് ഇന്ന് രാവിലെ കിട്ടിയൊരു സംഭവമാണ്. ഞാൻ ഇന്ന് രാവിലെ 1-2 പേരോട് പറഞ്ഞു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കഥയാട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. ഉറക്കം വരുന്നവരെയൊക്കെ ശ്രദ്ധിച്ചു കേട്ടോ.
കഥ പറയാൻ പോകും, പഠിപ്പിക്കാൻ പോവല്ല. സോ ലിസൺ ഹിയർ കെയർഫുള്ളി. സംഭവം ഇത്രയേ ഉള്ളൂ. പണ്ടൊരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ രാജാവിന്റെ ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അഹങ്കാരിയാണ്. ഭയങ്കര അഹങ്കാരിയാണ്. ഈ രാജാവ് ആ സമയത്ത് നല്ല മുന്തിരിത്തോട്ടമൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരിക്കൽ രാജാവിന്റെ അടുത്ത് രാജാവിനോട് പറഞ്ഞു, ഒരു സന്യാസി അടുത്തൊന്ന് പറഞ്ഞു, ഹേ രാജാവേ, നീ നിന്റെ ഈ മുന്തിരിത്തോട്ടത്തിലെ മുന്തിരിയിൽ നിന്ന് വീഞ്ഞ് നുകരുന്നതിന് മുമ്പ്, ജ്യൂസൊക്കെ അടിച്ചു കുടിക്കുന്നതിന് മുമ്പ് നീ കാഞ്ഞു പോകും, തട്ടിപ്പോവും, നീ മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞു. സന്യാസി ഇത് പറഞ്ഞിട്ട് രാജാവിനങ്ങ് ദേഷ്യം വന്നു. രാജാവ് എന്ത് ചെയ്തു? സന്യാസിനെ പിടിച്ച് ജയിലിലാക്കി. അങ്ങനെ കുറച്ച് നാളുകളൊക്കെ കഴിഞ്ഞു. രാജാവിന്റെ മുന്തിരി കൊലകളൊക്കെ പൂത്തു. നല്ല അടിപൊളി ഗ്രേപ്സ് ഒക്കെ ഉണ്ടായി. രാജാവ് അതൊക്കെ എടുത്ത് പിഴിഞ്ഞ് ജ്യൂസ് ഒക്കെ അടിച്ചു വെച്ചു, കുടിക്കാൻ വേണ്ടി ടേബിളിന്റെ മുകളിൽ വെച്ചു. ടേബിളിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, രാജാവ് തോന്നി, ഞാൻ അങ്ങനെ വെറുതെ കുടിച്ചിട്ട് കാര്യമില്ല, ആ സന്യാസിനെ വിളിച്ച് ഞാൻ കാണിച്ചു കൊടുക്കും ഞാൻ കുടിക്കുന്നത്. സന്യാസിനെ വിളിച്ച് അവിടെ കൊണ്ട് നിർത്തി നമ്മുടെ രാജാവ്. എന്നിട്ട് പറഞ്ഞു, ഹേ സന്യാസി, നീ എന്തുവാ പറഞ്ഞു? ഞാൻ കുടിക്കത്തില്ലെന്നല്ലേ? നീ കാണടാ, ഞാൻ കുടിക്കുന്നത് കാണടാന്ന് പറഞ്ഞു. സന്യാസിയുടെ മുമ്പിൽ വെച്ച് അങ്ങനെ കുടിക്കാൻ ഇങ്ങനെ വായിൽ വെച്ചു. സംതിങ് ലൈക്ക് ദിസ്. ഇങ്ങനെ എടുത്ത് വായിൽ വെച്ചു. ഞാൻ കുടിച്ചു, സന്യാസി കുടിച്ചില്ല. സോറി, രാജാവ് കുടിച്ചില്ല. രാജാവ് ഇങ്ങനെ വായിൽ വെച്ചപ്പോഴത്തേക്കും കുടിച്ചില്ല. അപ്പത്തേക്കും വൃദ്ധന്മാർ രാജാവേ എന്ന് വിളിച്ച് ഓടി വന്നു. പുള്ളി അത് താഴെ വെച്ചു. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ സന്യാസി ചെറിയ മന്ദഹാസം, ചെറിയ ചിരിയാ. അപ്പൊ രാജാവിന് പിന്നെ ദേഷ്യം വന്നു. നീ ചിരിക്കണ്ട, ഞാൻ ഇപ്പൊ വരാം. എവിടെ പോയതെന്നറിയോ? വൃദ്ധന്മാർ ഓടി വന്ന് രാജാവിനോട് പറഞ്ഞു, രാജാവേ, രാജാവിന്റെ മുന്തിരിത്തോട്ടത്തില് കുറച്ച് കരടികൾ കയറിയിട്ടുണ്ട്. രാജാവ് നല്ല വേട്ടക്കാരനൊക്കെ. രാജാവ് അപ്പോ ഈ കരടിയിലൊക്കെ ഇഷ്ടംപോലെ കൊന്നിട്ടുണ്ട് രാജാവ്. അപ്പൊ രാജാവ് വെച്ചു, 2 കരടി കയറി, ഓക്കെ പോയി, ഞാൻ കൊല്ലാം, ദാറ്റ്സ് ഇറ്റ്, പോയി ഇവിടെ അത് കുടിക്കാമെന്ന് പറഞ്ഞു വലിയ അഹങ്കാരത്തോടെ രാജാവ് എങ്ങോട്ട് പോയി? നമ്മുടെ കരടീനെ കൊല്ലാൻ പോയി. പക്ഷെ തിരിച്ചു വന്നത് പെട്ടിയിലായിട്ടാണ് രാജാവ്. കരടി പിടിച്ച് കൊന്നു കളഞ്ഞു രാജാവിനെ. There is a slip between the lips and the cups. രാജാവ് എല്ലാം നടന്നു അവിടെ. രാജാവിന്റെ അഹങ്കാരം ഒന്നുകൊണ്ട് മാത്രം എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ I don't know. Or I should say രാജാവിന്റെ carelessness or അഹങ്കാരം, whatever name you want to call it, you can call it. There is always a slip between the lips and the cups. അങ്ങനെയാണ് ആ പ്രോവർബ് ഉണ്ടായത്. എന്തിനാ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു 8th സ്റ്റാൻഡേർഡ് ഒരു കുട്ടിക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. ആള് മിടുക്കനാണ്. പക്ഷെ എന്താ പറ്റുന്നതെന്ന് അറിയും? ആള് പെട്ടെന്ന്, ഇന്ന് ഞാൻ കുറച്ച് ജെയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യിപ്പിച്ചപ്പോ ആള് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിച്ചു. പക്ഷെ കിട്ടുന്ന ഉത്തരം തെറ്റായിപ്പോയി. ഇതേ സിറ്റുവേഷൻ ഞാൻ ഇതിനു മുമ്പ് കണ്ടത് എപ്പോഴാണെന്ന് അറിയോ? ഞാൻ നേരത്തെ ടൈമിൽ പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു. He or she is in BITS Pilani right now. ബിറ്റ്സിലാണ് ആൾ പഠിക്കുന്നത്. ഇപ്പോൾ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഒക്കെ ചെയ്യുവാണ്. പക്ഷെ പറയാലോ, അഡ്വാൻസ്ഡ് എക്സാമിന്, JEE അഡ്വാൻസ്ഡ് എക്സാമിന് 1 മാർക്കിനാണ് IIT മിസ്സായത്. കാരണം ഇത്രയേ ഉള്ളൂ, ആൾ പെട്ടെന്ന് ആൻസർ പറയും. പക്ഷെ എന്ത് പറ്റുന്ന അറിയോ? ആൻസർ തെറ്റിപ്പോവും. ഒരു അഡീഷനോ സബ്ട്രാക്ഷനോ ഒക്കെ ആയിരിക്കും തെറ്റിക്കുക. അതുപോലെ മറ്റൊരു കുട്ടി, കഴിഞ്ഞ ദിവസം ഞാൻ അവന്റെ ഒരു പേപ്പർ കറക്റ്റ് ചെയ്തപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം, എല്ലാം കറക്റ്റാണ്. അത് കൊച്ചു പയ്യനാട്ടോ. അവൻ 0 into 5 എപ്പോഴും 0 എന്ന് എഴുതി വെക്കുന്നതിന് പകരം 5 എന്ന് എഴുതി വെച്ചേക്കുക. അവന് 0 into 5 ചെയ്യാൻ അറിയാത്തതുകൊണ്ടല്ല, അവൻ എഴുതുന്നതിന്റെ പ്രശ്നം പറ്റിയതുകൊണ്ട് അവൻ പെട്ടെന്ന് റീഡ് ചെയ്യുന്ന അങ്ങനെയാണ്. പറഞ്ഞു വന്നത് മക്കളെ, ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എക്സ്ട്രീംലി കെയർഫുൾ ആണ് കേട്ടോ. എന്ത് കാര്യം ചെയ്യുമ്പോഴും അവസാന നിമിഷം വരെ you should be able to maintain the concentration. മക്കളെ ശ്രദ്ധിച്ചിരിക്കുക. We are moving on to the next question, next very important question and the next very important concept. Okay, the next one. A charge having E by M equal to, E by M എന്ന് പറഞ്ഞാൽ ചാർജ് ടു മാസ് റേഷ്യോ എന്നാണ് നമ്മൾ പറയുന്നത്. E by M എന്ന് പറയുന്നത്. So E by M, Q by M എന്നും പറയാം, ചാർജ് ടു മാസ് റേഷ്യോ. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, സ്പെസിഫിക് ചാർജ് എന്ന് വിളിക്കാറുണ്ട്. സ്പെസിഫിക് ചാർജ് എന്ന് പറഞ്ഞാൽ Q by M റേഷ്യോ ആണ് സ്പെസിഫിക് ചാർജ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈക്വൽ ടു 10 to the power of 8 കുളും പെർ കിലോഗ്രാം ആയിക്കോട്ടെ.
with velocity 3 into 10 raised to 5 meter per second. Velocity in the magnetic field 0.3 Tesla at an angle of 30 degree with the direction of the field. The radius of curvature will be വീണ്ടും നമ്മുടെ r എന്ത് തന്നെയായിരുന്നു. ഓക്കെ, സ്ട്രേറ്റ് അവേ പെട്ടെന്ന് ചെയ്തേക്കാം. മക്കൾ ആരാദ്യം പറയുന്നത് നോക്കട്ടെ. എം വി ബൈ ക്യൂ ബി ആണ് തന്നിട്ടുള്ള ഡേറ്റ. ഇവിടെ 30 ഡിഗ്രിയിലാണ് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിക്കണം. ഇറ്റ് ഇസ് എൻറ്ററിങ് അറ്റ് an angle of 30 ഡിഗ്രി. 30 ഡിഗ്രിയിലാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ ചോദിക്കുന്നത്. എങ്ങനെ ചെയ്യും? ഒന്ന് ആലോചിച്ചിട്ടൊന്ന് ചെയ്യാമോ? നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റയാണ്. അതാണ് എം വി സ്ക്വയർ ബൈ ആറിനോട് നമ്മൾ ഇക്വേറ്റ് ചെയ്യുക അല്ലെ. ഒരു വിയും ക്യാൻസൽ ആയി പോകുമ്പോൾ നമുക്ക് ആറ് വരുന്നത് എന്താണ്? അപ്പോ എം വി ബൈ ക്യൂ ബി സൈൻ തീറ്റ എന്ന് വരും. അപ്പൊ ആ ഒരു ടേം കൂടി ഇൻക്ലൂഡ് ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ എം ബൈ ക്യൂ തന്നിട്ടുണ്ട് അവര്, എം ബൈ ഇ ബൈ വി അല്ലല്ലോ, ക്യൂ ബൈ എം അല്ലേ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എമ്മിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ വി അവിടെ തന്നെ ഇരിക്കട്ടെ, ക്യൂ ബൈ എം. ഈ ക്യൂ ബൈ എന്ന് എഴുതാൻ കറക്റ്റ് അല്ലേ? എമ്മിനെ താഴത്തേക്ക് കൊണ്ടുവന്നു, അപ്പൊ എം മുകളിലേക്ക് വരുമ്പോൾ എം ബൈ ക്യൂ ആയിക്കോളും. ബി സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഉത്തരം പറയൂ. 3 into 10 to the power of 5 divided by q by m എത്രയാ? 10 to the power of 8 magnetic field 0.3 sin 30 1 by 2. What is the answer? 2 by 100 equal to 2 centimeter is the answer. Option D is the answer. 2 centimeter. 2 centimeter is the answer. Okay. It's again a simple question. So with that, we are moving on to the next question on the next page. Yes. A straight conductor carrying current I splits into two parts as shown in the figure. So this is the radius of the current loopers, circular loopers, are the total magnetic field at the center P at the loopers. Okay. Actually, കുറേ കൺസെപ്റ്റും കുറേ കാര്യങ്ങളും കയറി വരുന്ന ചോദ്യം. ഒന്നാമത്തെ ഒരു കൺസെപ്റ്റ്, സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ സ്പ്ലിറ്റ്സ് ഇൻടു ടു പാർട്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഒരു സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ, സ്ട്രെയിറ്റ് വരയ്ക്കാം, സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താണ്? അതാണ് നിങ്ങൾ ഒന്നാമതായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. Where is my pen? ഒരു സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ എന്ന് പറയുമ്പോൾ, let me draw a straight current carrying conductor. ഇവന്റെ മാഗ്നറ്റിക് ഫീൽഡ് at a point at a distance r എടുക്കുകയാണെങ്കിൽ, ഇവന്റെ കറന്റ് I ആണെങ്കിൽ, the magnetic field at this point is given by B is equal to mu 0 I by 2 pi r. ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ഒരു സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് ഇൻഫിനിറ്റ്ലി ലോങ്, സ്ട്രെയിറ്റ് ലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം, ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ട് എടുക്കാം. ഫൈനൈറ്റ് ആണെങ്കിൽ വേറൊരു ഫോർമുല ഉണ്ട് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇൻഫൈനറ്റ്ലി ലോങ് അല്ലെങ്കിൽ ലോങ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ B is equal to mu 0 I by 2 pi r ആണ് ഒരു ഡിസ്റ്റൻസ് ആറിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ. ക്വസ്റ്റൻ ഇസ്, എവിടെ നിന്നാണ് ഈ ഫോർമുല വരുന്നത്? ഈ ഫോർമുല നമ്മൾ ആദ്യം ഇങ്ങനൊരു സംഭവം ഉണ്ട്. ആദ്യം ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ക്യാൻ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ് എന്ന് നമ്മളെ പഠിപ്പിച്ചത് ഏർസ്റ്റഡ് ആയിരുന്നു, അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് വഴിയാണ്. But Ørsted did not give a value for the magnetic field. Biot and Savart അവരാണ് നമുക്ക് ഇതിന്റെ വാല്യൂ തന്നത് മാഗ്നറ്റിക് ഫീൽഡിന്. And they said that the magnetic field dB is equal to mu 0 by 4 pi IDL sin theta by r square എന്ന് അദ്ദേഹം പറഞ്ഞു. Biot and Savart together they said that mu 0 by 4 pi IDL sin theta by r square. ഇവിടെ നമ്മൾ ഐഡിയലിനെ വിളിക്കുന്നത് കറന്റ് എലമെന്റ് എന്നാണ്. ഒരു ചെറിയ കറന്റ് എലമെന്റ് ഞാൻ എടുക്കും, ഐഡിയൽ. ഡിഎൽ ചെറിയൊരു ലെങ്ത്, അതാണ് ഡിഎൽ എന്ന് പറയുന്നത്. ഒരു പോയിന്റ് പി ഉണ്ട്. അപ്പോൾ ഇവന്മാർ തമ്മിലുള്ള ആംഗിൾ ഉണ്ട്. ഈ ഐഡിയലും ഈ പോയിന്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഉണ്ടല്ലോ, അതാണ് തീറ്റ. ഈ പോയിന്റ് പിയും ഐഡിയലിന്റെ സെന്ററിൽ നിന്ന് ഒരു ലൈൻ നമ്മൾ വരയ്ക്കും. I repeat once again, very very important, very 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 important. ഈ എവിടെന്നാ വരയ്ക്കുന്നത്? ഈ ഐഡിയലിന്റെ സെന്ററിൽ നിന്നും പോയിന്റ് പിയിലേക്ക് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഐഡിയലും ഈ ലൈനും മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ.
മക്കളെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഐഡിയൽ നമ്മുടെ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ആണല്ലോ. സപ്പോസ് എന്റെ പോയിന്റ് പി ഇവിടെ തന്നെ വന്നു കഴിഞ്ഞാൽ തീറ്റ എന്ത് വരും? ആർക്കെങ്കിലും പറയാമോ? ഇതാണ് തീറ്റ. പറഞ്ഞോ, ആര് പറഞ്ഞേ? യെസ്, 0. വെരി ഗുഡ് സർ. ഇത് 0 കാരണം ഇവിടെ ആംഗിൾ ഇല്ല. പി ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ആംഗിൾ ഉണ്ട്, കാണാമല്ലോ നമുക്ക്. ഈ പി ഇങ്ങോട്ട് വന്നപ്പോൾ ആംഗിൾ തീറ്റ കുറഞ്ഞു, ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെയും കുറഞ്ഞു. പി ഇതേ ലൈനിലാണെങ്കിൽ തീറ്റ 0 ആണ്. ഇവിടെ സൈൻ തീറ്റ ഉണ്ട്, ഈ തീറ്റയായി പറയുന്ന തീറ്റ. അപ്പൊ തീറ്റ 0 ആണെങ്കിൽ സൈൻ 0 0 ആണ്. അതായത് ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ, സപ്പോസ് ഐ എം ടേക്കിംഗ് എ കണ്ടക്ടർ ലൈക്ക് ദിസ്. ഓക്കെ, ഈ കണ്ടക്ടറിൽ ഒരു കറന്റ് ഫ്ലോ ഉണ്ടെങ്കിൽ ഈ കണ്ടക്ടറിന്റെ ഈ ഒരു പോയിന്റ് തന്നെ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവില്ല? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല. പക്ഷെ ഇത് സ്ട്രെയിറ്റ് കറന്റ് ക്യാരിങ് കണ്ടക്ടറിന്റെ കേസ്, സിലിണ്ടറിക്കൽ കണ്ടക്ടർ ഒക്കെ എടുത്ത സിറ്റുവേഷൻ മാറും, കുറച്ചും കൂടി വലിപ്പമൊക്കെ ഉള്ളത് എടുത്ത സിറ്റുവേഷൻ മാറും. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലീനിയർ കറന്റ് ക്യാരിങ് കണ്ടക്ടർ ആണെങ്കിൽ ആ കണ്ടക്ടറിന്റെ അതേ ഒരു പോയിന്റിൽ, ഇതാണ് എന്റെ കണ്ടക്ടർ എങ്കിൽ ഇവിടെ ഒരു പോയിന്റ് എടുത്തിട്ട് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്നോട് ചോദിച്ചാൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. മക്കൾ ഓർത്ത് വെക്കുക. അതുപോലെ ഈ ഫിഗർ നോക്കിക്കേ, ഇവിടെ ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തു അല്ലെ, ഇതിന്റെ നേരെയുള്ള ഒരു പോയിന്റ് ആണ് പി എന്ന് പറയുന്നത്. അപ്പൊ പിയില് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമോ? പറഞ്ഞേ. ഇല്ല ഇല്ല ഇല്ല, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല. റിപ്പീറ്റ് വൺസ് അഗെയിൻ, നമ്മൾ സ്ട്രെയിറ്റ് കറന്റ് ക്യാരിങ് കണ്ടക്ടർ എടുത്തിട്ട് അതിന്റെ നേരെ തന്നെ ഒരു പോയിന്റ് ഇവിടെ എടുത്തു, അതിന്റെ നേരെ തന്നെ അവിടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് ഇങ്ങനെയാണ് നമ്മൾ ആംഗിൾ തീറ്റ എടുക്കുന്നത്. അപ്പൊ പോയിന്റ് പി ഇവിടെ തന്നെ വന്നാലോ ഇങ്ങനെ എടുക്കാൻ പറ്റത്തില്ല, പകരം നമ്മൾ നേരെ എടുക്കേണ്ടി വരും. We have to take it straight here, which means theta will be equal to 0. തീറ്റ 0 ആണെങ്കിൽ എന്ത് വരില്ല? സൈൻ 0 0 ആണ്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല. ഈ ക്വസ്റ്റ്യനിലും അങ്ങനെ തന്നെ ഈ സ്ട്രെയിറ്റ് പോർഷൻ കാരണം ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, ഈ സ്ട്രെയിറ്റ് പോർഷൻ കാരണവും അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. ഈ രണ്ട് സ്ട്രെയിറ്റ് പോർഷൻ കാരണം അവിടെ എന്തില്ല? മാഗ്നറ്റിക് ഫീൽഡ് അവിടെ വരുന്നില്ല. ഐഡിയ. ആ രണ്ട് സ്ട്രെയിറ്റ് പോർഷൻ കാരണം അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. അപ്പൊ ആര് കാരണമാണ് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്? ബാക്കിയുള്ള സർക്കുലർ പോർഷൻ കാരണമാണ് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് വരാനായിട്ട് പോകുന്നത്. സോ നമ്മൾ ബാക്കിയുള്ള പോർഷൻ കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് പഠിക്കണം, റൈറ്റ്? സോ ഈ കൺസെപ്റ്റ് ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടോ മക്കൾ? ഇത്രയും പറഞ്ഞ ആർക്കെങ്കിലും? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് സ്ട്രെസ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. സ്ട്രെയിറ്റ് കണ്ടക്ടറിന്റെ നേരെ ഒരു പോയിന്റ് എടുത്താൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. ഇതാണ് നമ്മൾ പഠിച്ച കൺസെപ്റ്റ്. ഇനി നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ, ഇതിനെ വെക്ടോറിയൽ ഫോമിൽ എഴുതണം നമുക്ക്. ഇതിന്റെ വെക്ടോറിയൽ ഫോം ഒരിക്കൽ നീറ്റിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. 4 ഓപ്ഷൻ വന്നിട്ട് ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? സോ dB വെക്ടർ is equal to μ0/4π. ഈ μ0 എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്നാണ്. ഒരു മീഡിയം ഉണ്ടെങ്കിൽ μ0 × μr എന്ന് എടുക്കും നമ്മൾ. ഓക്കെ, ഒരു മീഡിയം ഉണ്ടെങ്കിൽ we'll take it as μ0 × μr which is equal to our mu. So dB എന്ന് പറയുന്നത് μ0/4π IDL. വെക്ടോറിയൽ ഫോം എടുക്കുമ്പോൾ IDL sin θ ഇല്ലേ, അത് ഇങ്ങനെ എടുക്കാം. IDL ഒരു r ക്യാപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി. IDL sin θ r ക്യാപ്പ് by r square. r ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്തുവാ? യൂണിറ്റ് വെക്ടർ ആണ്. Unit vector means it is a vector divided by its magnitude. Vector r by magnitude of vector r. Or നമുക്ക് ഇങ്ങനെ എഴുതാം, dB will be corresponding to vector dB will be equal to μ0/4π I into dl cross r. dl r sin θ ഇങ്ങനെ എഴുതി, dl r sin θ dl cross r divided by r cube എന്നായി. ഈ ഇക്വേഷൻ മക്കളെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഒരിക്കൽ എൻട്രൻസ് എക്സാമിന് ചോദിച്ചതാണ്. വെക്ടോറിയൽ ഫോം ഏതാണെന്ന് ചോദിച്ചു. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ആൻസർ. കുറെ കുട്ടികൾ തെറ്റിച്ചു വെക്ടോറിയൽ ഫോം അറിയാതെ. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് ഫോർഗെറ്റ് ദിസ്. വെക്ടോറിയൽ ഫോം കിട്ടാൻ വേണ്ടി ഒരു ആർ ക്യാപ്പ് വെച്ചു. ആർ ക്യാപ്പ് യൂണിറ്റ് വെക്ടർ ആണ്. ആർ ക്യാപ്പ് മീൻസ് വെക്ടർ ഡിവൈഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ആൻഡ് യു ആർ ഗെറ്റിംഗ് ദ കറസ്പോണ്ടിങ് ആൻസർ. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞു വന്നതേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നതേ ഉള്ളൂ മാഗ്നറ്റിക് ഫീൽഡ്, ബയോട്ട്-സാവർട്ട്സ് ലോ പ്രകാരമുള്ള മാഗ്നറ്റിക് ഫീൽഡ്. ഇനി അവിടെ ചേർത്ത് പഠിക്കേണ്ട കണ്ടീഷൻ എന്താണെന്ന് അറിയാം? ബയോട്ട്-സാവർട്ട്സ് ലോ കാരണം ഒരു സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു.
ഇനി ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊരു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കറന്റ് ക്യാരിങ് കണ്ടക്ടർ എന്നാ പറഞ്ഞു. അത് ഇൻഫിനിറ്റ്ലി ലോങ് അല്ലെങ്കിലോ അതൊരു ഫൈനൈറ്റ് ലെങ്ത് ഉള്ള കണ്ടക്ടർ ആണെന്ന് വിചാരിച്ചു. ഈ പറയാൻ പോകുന്ന ഇക്വേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, NCERT-യിൽ ഇല്ല, ശ്രദ്ധിച്ചിരുന്നോളാം. സോ ഡെറിവേഷൻ ഒന്നും വേണ്ട, ഇക്വേഷൻ മാത്രം ഒന്ന് ഓർത്ത് വെക്കണം. അപ്പൊ ഞാൻ എടുക്കുന്നത് ഒരു ഫൈനൈറ്റ് ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ ആണ് എടുക്കുന്നത്. ഓക്കെ, ഈ ഒരു ആംഗിളിനെ ഞാൻ ആൽഫ എന്ന് വിളിക്കുന്നു. ഈ ആംഗിളിനെ നമുക്ക് θ1 എന്നും φ1 എന്നും θ1 എന്ന് വിളിക്കാം, പിന്നെ θ2 എന്ന് വിളിക്കാം. ഓക്കെ, നൗ ഈ ആംഗിൾ ഏത് ആംഗിളാ? ഈ എക്സ്റ്റേണൽ ആംഗിളിനെ ഞാൻ ബീറ്റ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇഷ്ടമുള്ളത് വിളിക്കാം, നോ പ്രോബ്ലം. സോ നൗ ഹിയർ ഒരു ജനറൽ ഇക്വേഷൻ നിങ്ങൾക്ക് എഴുതാം മാഗ്നറ്റിക് ഫീൽഡിന്. ആൻഡ് ദ ജനറൽ ഇക്വേഷൻ ഇസ് magnetic field is equal to mu 0 I by 4 pi r, mu 0 I by 4 pi r sin bracket la sin alpha minus sin beta. സൈൻ്റെ ഫോമിൽ എഴുതണ്ട, കോസിന്റെ ഫോമിൽ എഴുതണം. ഇങ്ങനെ എഴുതിയാൽ മതി, ഇത് ഓർത്തിക്കാൻ എളുപ്പം. sin θ1 plus sin θ2. This is easier to remember. Okay, so ഞാൻ ഫോർമുല ഇവിടെ താഴെ ഒന്നുകൂടെ വ്യക്തമായിട്ട് എഴുതാം. Magnetic field is equal to mu 0 I by 4 pi r sin θ1, θ1 ഇവിടെ മാർക്ക് ചെയ്ത് നോക്കാം, plus sin θ2. Okay, ഇനി ഇങ്ങനെ എഴുതിയിട്ട് പറ്റിയില്ലെങ്കിൽ, if you cannot take this equation and solve a question, മറ്റൊരു ആംഗിൾ അവിടെ കൊണ്ട് ആൽഫയും ബീറ്റയും. You can also write in terms of alpha and beta. ആൽഫയുടെയും ബീറ്റയുടെയും ഫോർമുല നമ്മൾ എങ്ങനെ എഴുതും? ആൽഫയുടെയും ബീറ്റയുടെയും ഫോർമുല we can write it like this: B is equal to mu 0 I by 4 pi r cos alpha minus cos beta. ഇങ്ങനെയും എഴുതാം. ഓക്കെ, എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ θ1 ഏതാണ്, θ2 ഏതാണ്, ആൽഫ ഏതാണ്, ബീറ്റ ഏതാണെന്ന് ശ്രദ്ധിച്ചോളണം. കൂടുതലും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വരാൻ പോകുന്നത് ഈ ഒരു ഫോർമുലയുടെയാണ്. ഓക്കെ, ഇനി ഈ ഒരു ഫോർമുലയിൽ നിന്ന് എങ്ങനെയാണ് ഈ ഫോർമുല എത്തിയതെന്ന് പറയാം. മുകളിലത്തെ ഫോർമുല ഇൻഫിനിറ്റ്ലി ലോങ് ആണെന്ന് വിചാരിക്കുക. ഈ കണ്ടക്ടർ അങ്ങ് ഇൻഫിനിറ്റ്ലി ലോങ് ആണെങ്കിൽ ഈ θ2 വളരെ വളരെ വലുതാകും. വലുതായി മാക്സിമം വലുതാൻ പോകുന്നത് എത്രയാണെന്നറിയോ? 90 ഡിഗ്രി വരെ. അതിൽ θ1 താഴത്തേക്ക് വളരെ വളരെ വലുതാകും. പക്ഷെ വലുതായി മാക്സിമം വലുതാൻ പോകുന്നത് എത്രയാണെന്നറിയോ? അതും it is only up to 90 ഡിഗ്രി. അപ്പോൾ ഇൻഫിനിറ്റ്ലി ലോങ് ആണെങ്കിൽ θ1 ഉം θ2 ഉം θ1 will be equal to θ2 equal to 90 ഡിഗ്രി. ഇൻഫിനിറ്റ്ലി ലോങ് ആണ്. സോ രണ്ടും 90 ഡിഗ്രി ആണെങ്കിൽ sin 90 plus sin 90 sin 1 plus 1 that is 2 4 ക്യാൻസൽ ആയി പോയപ്പോഴാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത്. ഇൻഫിനിറ്റ്ലി ലോങ് കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് mu 0 I by 2 pi r കിട്ടുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റാൻഡേർഡ് ആയിട്ട് മക്കൾ ഈ ഇക്വേഷനും അറ്റ്ലീസ്റ്റ് this sin θ1ന്റെ ഫോർമുല ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ പല പല വമ്പൻ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ NCERT കിടക്കുന്നുണ്ട്, mu 0 I by 2 pi. അത് നമ്മൾ NCERT-യിലെ ആംപിയർ സർക്യൂട്ട് ലോ ഉപയോഗിച്ചാണ് അത് സോൾവ് ചെയ്യുന്നത്. അത് എന്താണെന്ന് പിന്നീട് പറഞ്ഞുതരാം. സോ mu 0 I by 4 pi r ഓർത്ത് വെക്കുക. very 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 important, sin θ1 plus sin θ2. ഓക്കെ, അപ്പൊ ഈ എഴുതിയിരിക്കുന്നതൊക്കെ എന്താണ്? സ്ട്രെയിറ്റ് കറന്റ് ക്യാരിങ് കണ്ടക്ടറിന്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, പക്ഷേ ഇൻ റിയാലിറ്റി ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരൊറ്റ ഇക്വേഷന്റെ ആവശ്യം പോലും ഇല്ല ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. കാരണം ഇത് സ്ട്രെയിറ്റ് കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഇവിടെ എന്ത് കോസ് ചെയ്യുന്നില്ല നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, ഇവിടെ സ്ട്രെയിറ്റ് കറന്റ് ക്യാരിങ് കണ്ടക്ടർ എന്ത് കോസ് ചെയ്യുന്നില്ല? മാഗ്നറ്റിക് ഫീൽഡ്. എക്സാക്ട്ലി. സോ കറന്റ് I ഇങ്ങനെയാണ് വരുന്നത്, P ഇവിടെയാണ്. അപ്പൊ ഈ പോർഷനും എന്തായാലും അവിടെ മാഗ്നറ്റിക് ഫീൽഡ് കോസ് ചെയ്യില്ല. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ദിസ് പോർഷൻസിൽ നിന്നും ഒരു ചോദ്യം വരാം. നൗ സർക്കുലർ പോർഷൻ. സർക്കുലർ പോർഷൻ എടുക്കുമ്പോൾ നമുക്ക് ഒരു ലൂപ്പ് എടുക്കാം. ഒരു സർക്കുലർ ലൂപ്പ് എടുക്കുമ്പോൾ വാട്ട് ഇസ് എ മാഗ്നറ്റിക് ഫീൽഡ്? സോ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഒരു പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് B കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഒരു സർക്കുലർ ലൂപ്പ് എടുക്കുമ്പോൾ
ഏത് സൈഡിൽ നിന്ന് നമ്മൾ സർക്കുലർ ലൂപ്പിനെ നോക്കുമ്പോഴാണോ അത് ക്ലോക്ക് വൈസ് ആയിട്ട് പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്, ഏത് കറണ്ട് ക്ലോക്ക് വൈസ് ആയിട്ട് പോകുന്നതെന്ന് തോന്നുന്നത് ഏത് സൈഡിൽ നിന്ന് നോക്കുമ്പോഴാണോ ദാറ്റ് സൈഡ് വിൽ ബി ദ സൗത്ത് പോൾ ഓഫ് ദ ലൂപ്പ്. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഞാൻ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് കറണ്ട് ഇങ്ങനെ ക്ലോക്ക് വൈസ്, ഇത് ക്ലോക്ക് വൈസ് ആണോ? അല്ല, ആന്റി ക്ലോക്ക് വൈസ് അല്ലെ. അപ്പൊ ഇവിടെ എന്താ സൗത്ത് എന്നാണോ വരണ്ടേ? അല്ല, നോർത്ത് എന്ന് പറയാം. ഞാൻ ഇവിടെ നോക്കുമ്പോൾ കറണ്ട് ഇങ്ങനെ ക്ലോക്ക് വൈസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ലൂപ്പില്. ഓക്കെ, അപ്പൊ ഞാൻ നോക്കുമ്പോൾ ക്ലോക്ക് വൈസാ പോകുന്നത്. അപ്പൊ ഞാൻ നോക്കുന്ന സൈഡ് ഉണ്ടല്ലോ മക്കളെ, അതാണ് സൗത്ത് പോൾ. അപ്പൊ അതിന്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരാൾ നോക്കി എങ്ങനെയാ കാണുന്നത്? കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് പോകുന്നതായിട്ടാ കാണുന്നത്. ആന്റി ക്ലോക്ക് വൈസ് പോകുന്നതായിട്ട് കാണുകയാണെങ്കിൽ that will be the ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് പോവുകയാണെങ്കിൽ നോർത്ത് പോൾ ആകും, ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് പോൾ ആണ്. എന്ന് എഴുതി വെച്ചേക്കാം. CS AN CS എന്ന് ഓർത്ത് വെച്ചാൽ മതി. CS ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് പോൾ, ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് പോൾ ഓർത്ത് വെക്കുക. ക്ലോക്ക് വൈസ് ആയിട്ട് കാണുകയാണെങ്കിൽ that will be corresponding to the south pole. Please remember it, my dear students. ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് പോൾ. ഓക്കെ, അപ്പൊ ഇവിടെ ആന്റി ക്ലോക്ക് വൈസ്, ഇവിടെ നോർത്ത് പോൾ, അപ്പുറത്ത് സൗത്ത് പോൾ വരും കേട്ടോ. ഓക്കെ, അപ്പൊ അത് മനസ്സിൽ വെക്കുക, ആവശ്യം വരും. അപ്പൊ ക്വസ്റ്റനിലേക്ക് തിരിച്ചു വരാം. അതിന് മുമ്പ് ഈ കണ്ടീഷനിലേക്ക് തിരിച്ചു വരാം. ഈ കണ്ടീഷൻ എന്താ പറയുന്നത്? എനിക്ക് ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് വേണം. അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ എന്താണെന്നറിയോ? മാഗ്നറ്റിക് ഫീൽഡ് is equal to mu 0 by 4 pi mu 0 by 4 pi 2m. Okay, 2m divided by x square plus r square the whole raised to 3 by 2. ഇവിടെ x എന്താണ്, r എന്താണ് എന്നൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. x എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ് x, r എന്ന് പറഞ്ഞാൽ ഇതാണ് r. m എന്നൊരു ടേം കണ്ടില്ലേ? m നെ വിളിക്കുന്ന പേര് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്നാണ്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് അല്ലെങ്കിൽ സിംപ്ലി മാഗ്നറ്റിക് മൊമെന്റ് എന്ന് വിളിച്ചാലും മതി. And m is actually equal to number of turns into the current into the area of cross section. ഇത് ഒറ്റ ടേണേ ഉള്ളൂ, ഇവിടെ ഒരു ടേണേ ഉള്ളൂവെങ്കിൽ n is equal to 1. കുറേ ടേൺസ് ഉണ്ടെങ്കിൽ n ന്റെ കറസ്പോണ്ടിങ് നമ്പർ ഇട്ട് കൊടുക്കുക. സോ m എന്ന് പറഞ്ഞാൽ എന്തുവാ? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. മാഗ്നറ്റിക് മൊമെന്റ് നമ്മൾ ഒന്നുകൂടെ ടേം കാണും കേട്ടോ ടോർക്ക് പഠിക്കുമ്പോൾ. സോ m is equal to NIA ആണ്. m is equal to NIA ആണ്, ഓർത്ത് വെക്കുക. So now n is the number of turns, I is the current, A is the area of cross section. അപ്പോൾ അതിന്റെ ഫോമിൽ എഴുതിയ ഇക്വേഷൻ ആണത്. അപ്പോൾ ഒരു ലൂപ്പ് എടുക്കുമ്പോൾ അവന്റെ ആക്സിസിലൂടെ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് വരിക. ആക്സിസിലൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് x ഫ്രം ദ സെന്റർ, അതിന്റെ ഇക്വേഷൻ ആണ് ഈ കണ്ടത്. mu 0 by 4 pi 2m divided by x square plus r square the whole raised to 3 by 2 എന്ന്. മക്കളെ, ഈ ഒരു ലൂപ്പിന്റെ സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഉണ്ടല്ലോ, what will be the equation? അപ്പൊ ഇവിടെ സെന്റർ ഇതാണ്ട് ഇവിടെയാണ് വരുന്നത്. ഈ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ജനറൽ അല്ലേ, സെന്ററിലാണെങ്കിൽ x 0 ആണ്, അപ്പൊ x 0 ആയി പോയി. അപ്പൊ നമുക്ക് m ന് റീസബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പൊ that will be b is equal to mu 0 by 4 pi m ന് നമുക്ക് I കറന്റ് a എന്ന് പറയുമ്പോൾ pi r square divided by താഴെ x 0 ആയി r square the whole raised to 3 by 2 എന്ന് പറയുമ്പോൾ 2 ക്യാൻസൽ ആയി r cube എന്ന് വരും. So r square cancel ആയി പോയി, ഒരു പൈയും cancel ആയി പോയി, 2 cancel ആയി പോയി. Finally the magnetic field at the center will be equal to B is equal to mu 0 I by 2r. മക്കളെ മറക്കല്ലേ, magnetic field is equal to mu 0 I by 2r. അപ്പൊ സെന്ററിൽ വരുന്ന magnetic field എന്താണ് മക്കളെ? mu 0 I by 2r is the magnetic field coming at the center. Okay, ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം പറഞ്ഞുതരാം. ഈ ഫുൾ സർക്കിൾ ഇല്ലെങ്കിലോ, ഇച്ചിരി സർക്കിൾ ഉള്ളൂ വിചാരിച്ചോ, ശരി വേണ്ട, ഇത്രയും സർക്കിൾ ഉണ്ട്. ഈ ആംഗിൾ എന്താ? സർക്കിൾ സബ്റ്റൻഡ് ആംഗിൾ എത്രയാ? ഇവിടെ 270 ഡിഗ്രി അല്ലേ. ഓക്കെ, തൽക്കാലം നമുക്ക് തീറ്റ എടുക്കാം. വാട്ട് എവർ ദാറ്റ് മേ ബി, തീറ്റ എടുക്കാം. ഓക്കെ, നൗ ഫുൾ സർക്കിൾ ഇല്ല, ഇച്ചിരി ഭാഗമേ ഉള്ളൂ. ഇവിടെ ഇവൻ നടുക്ക് യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പ്രഷൻ എന്താണെന്ന് അറിയോ? B is equal to mu 0 I by 2r theta by 360 അല്ലെങ്കിൽ theta by 2 pi എന്ന് എഴുതിയാലും മതി. ഇങ്ങനെ എഴുതാൻ കുഴപ്പമില്ല, വാല്യൂസ് ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ സെയിം റിസൾട്ട് തന്നെ വരും. അപ്പൊ theta by 2 pi എന്ന് എഴുതാം, അല്ലെങ്കിൽ theta by 360 എന്ന് എഴുതാം, എങ്ങനെ വേണമെങ്കിലും എഴുതാം. റൈറ്റ്, ബോത്ത് ആർ കറക്റ്റ്. അപ്പൊ സപ്പോസ് ഇങ്ങനെ ഒരു പീസ് ഉണ്ടെന്ന് വിചാരിക്കാം.
ഇങ്ങനെ ഒരു കേസ്, ഒരു കറണ്ട് ഇങ്ങനെയുണ്ട്, ഇത് 30 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? B0 μ0 I by 2R 30 by 360 എന്ന് എഴുതണം. അതാണ് ലോജിക്ക്. അപ്പൊ ഈ രണ്ട് പോർഷൻസും, ഈ ഒരു എൻഡും ഈ ഒരു എൻഡും ഒരു വയർ അല്ലെ, ഈ വയർ എൻക്ലോസ് ചെയ്യുന്ന ആംഗിൾ വേണം എടുക്കാൻ. ഇത് എടുക്കരുത്, ഇവിടെ വയർ ഇല്ല. വയർ ഉള്ളിനകത്ത് എൻക്ലോസ്ഡ് ആകുന്ന ആംഗിൾ വേണം എടുക്കാൻ. ഇവിടെ കണ്ടോ, ഇതാണ് വയർ, ഇങ്ങനെ 30 എടുത്തു. അപ്പൊ വയർ എൻക്ലോസ്ഡ് ആകുന്ന ആംഗിൾ വേണം എടുക്കാൻ. അതിന് പുറത്തുള്ള ആംഗിൾ എടുത്ത് വെക്കരുത്, തെറ്റിപ്പോവും. വയർ എൻക്ലോസ് ചെയ്യുന്ന ആംഗിൾ വേണം എടുക്കാൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഏകദേശം സ്ട്രെയിറ്റ് കറന്റ് ക്യാരിങ് കണ്ടക്ടറിന്റെയും സർക്കുലർ കറന്റ് ക്യാരിങ് ലൂപ്പിന്റെയും ഏകദേശം ഒരു മെയിൻ ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ ഒരു ആർക്ക് തന്നു. ഓക്കെ, ഒരു സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ തന്നു, സെന്ററിൽ സബ്റ്റൻഡ് ആംഗിൾ തീറ്റ എന്ന് വിചാരിച്ചു, ഓർ ഒരു 90 ഡിഗ്രി എന്ന് വിചാരിച്ചു, 60 ഡിഗ്രി എടുത്തു. ഓക്കെ, ഒരു കറന്റ് I വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ആർക്ക് ഉണ്ടല്ലോ, ഇവിടെ സെന്ററിൽ സബ്റ്റൻഡ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കും? B is equal to μ0 I by 2R. അപ്പൊ ഈ റേഡിയസ് അറിഞ്ഞിരിക്കണം കേട്ടോ, into 60 by 360 വരും. So that will be 1 by 6 എന്ന് വരും. So substituting you get μ0 I by 12R. മനസ്സിലായോ? ഇവിടെ നമുക്കുള്ളത് എന്താണെന്നറിയോ? രണ്ട് ആർക്കാ ഉള്ളത്. ഇവിടെ ഒരു ആർക്ക് നോക്കിക്കേ, I1 കറന്റ് വരുന്ന ഒരു ആർക്ക് ഉണ്ട്. ഈ I1 കറന്റ് വരുന്ന ആർക്ക് ഇവിടെ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ എത്രയാ? 270 ആണ്. ഇവിടെ സബ്റ്റൻഡ് ആംഗിൾ 270 ആണ്. അപ്പോ ഈ I1 ആർക്ക് മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്കാണോ പുറത്തേക്കാണോ എന്ന് ക്വസ്റ്റ്യൻ നോക്കണം. തമ്പ് റൂൾ പിടിച്ചാൽ മതി. I1ന്റെ ഡയറക്ഷനിൽ തമ്പ് പിടിക്കുക, കേൾ യുവർ ഫിംഗേഴ്സ് കേൾ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അപ്പൊ ഇൻടു ആണ്, അകത്തേക്കാണ് ഇവിടെ ഫീൽഡ് യൂസ് ചെയ്യുന്നത്. ഇനി I2 എങ്ങോട്ടാണെന്ന് നോക്കണം. I2 ഇങ്ങനെ ബാക്കോട്ട് എടുക്കാം, ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുക്കുമ്പോൾ I2 പുറത്തേക്കാണ് വരുന്നത്. I2ന്റെ പുറത്തേക്കാണ് വരുന്നത്. ഓക്കെ, I2ന്റെ പുറത്തേക്ക്. അപ്പൊ നിങ്ങൾ തമ്പ് റൂൾ പിടിച്ച് നോക്കണം കേട്ടോ. I2 എന്ന കണ്ടക്ടർ എടുക്കുക, തമ്പ് റൂൾ പിടിച്ച് നോക്കുക. അപ്പൊ അകത്തേക്ക് മാഗ്നറ്റിക് ഫീൽഡ്, സോറി I1 അകത്തേക്ക് മാഗ്നറ്റിക് ഫീൽഡ്. I2ന്റെ എടുക്കുമ്പോൾ ഇങ്ങനെ വരണം, അപ്പോ പുറത്തേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ്. തമ്പ് റൂൾ പിടിച്ച് കറക്റ്റ് ആയിട്ട് നോക്കണം. സോ വി ഗെറ്റ് ദാറ്റ് I1ന്റെ മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ടാണ്, I2ന്റെ പുറത്തോട്ടാണ്. അവിടെ നോക്കിക്കാം, യെസ്, പുറത്തോട്ടാണ്. I2ന്റെ പുറത്തേക്കാണ്. അപ്പൊ I1 കോസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഈ ആംഗിൾ നമുക്കറിയാം 270 ഡിഗ്രി ആണ്, കണ്ടാൽ തന്നെ അറിയാം. അപ്പൊ നമുക്ക് പറയാം മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു μ0 I by 2R. I1 ആണ് 270 by 360. 270 by 660 എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ ചെയ്തതുപോലെ വരുമ്പോൾ 3/4 വരും. സോ ജസ്റ്റ് റൈറ്റിംഗ് ദാറ്റ് 3/4. ഇനി ഇത് B1 എന്ന് വിളിക്കാം. ഇനി I2 കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി B2 which is equal to μ0 I2 by 2R. ആംഗിൾ ഇത് 90 ഡിഗ്രി ആണ് കേട്ടോ, 90 ഡിഗ്രി. അപ്പൊ 90 by 360. 90 by 360 എന്ന് പറയുമ്പോൾ എത്രയാ? 90 360 4 ടൈംസ് പോകും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, സിംപ്ലി 1/4 എന്ന് വരും. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, the current splits into 2 parts എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഈക്വൽ പാർട്സ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ I1ഉം I2ഉം തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, I is equal to I1 plus I2 ആണ്. That's for sure. I is equal to I1 plus I2 ആണ് എന്നൊരു കാര്യം നമുക്കറിയാം. ഓക്കെ, alright. സോ നമുക്കിനി എന്താ വേണ്ടേ? ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ P ഓഫ് ദ ലൂപ്പ്. ഇവിടെ വരുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ് വേണ്ടത്. അപ്പോൾ B1 അകത്തോട്ടാണ്, B2 പുറത്തേക്കാണ്. അപ്പൊ നമുക്ക് B1 മൈനസ് B2 ചെയ്യാം. സോ അത് ചെയ്യുമ്പോൾ കുറച്ച് ടേംസ് പുറത്തേക്ക് വരും. എന്തൊക്കെയാ? μ0 പിന്നെ എന്താ പുറത്തേക്ക് വരാം? by 2R. ഒരു 4 പുറത്തേക്ക് വന്നു. ഓക്കെ, ഇത്ര പുറത്തേക്ക് വരുള്ളൂ. ബ്രാക്കറ്റിനകത്ത് വരിക 3I minus I2, ഇങ്ങനെ വരിക 3I minus I2. ഓക്കെ, സോ നൗ B1 മൈനസ് B2 എന്താണെന്ന് മനസ്സിലായോ? ഈ വലിയ കണ്ടക്ടറുകാരന് ഫീൽഡ് അകത്തേക്കാണ്, ചെറിയ കണ്ടക്ടറുകാരന് ഫീൽഡ് പുറത്തേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ B1 മൈനസ് B2 ചെയ്തത്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. സോ 3I minus I2, 3I1 minus I2 എന്ന് വന്നു. ഇനി എനിക്ക് ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് നോക്കാം, കിട്ടുമോ? സോ ഇതാണ് ഫൈനലി കിട്ടുന്ന ഇക്വേഷൻ. പക്ഷെ ഇങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം?
I1 ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം, ഐന്റെ ഫോർമുല നോക്കാം, or I2 കൊടുത്താലും മതി. I2 is equal to I minus I1 എന്ന് കൊടുക്കും. അപ്പൊ എന്നാ കിട്ടി? 3i ഫോമിലാണ് വീണ്ടും കിട്ടുന്നത്. സോ മക്കളെ എങ്ങനെ കളയാത്ത ഈ I1ഉം I2? ഇനി ഐഡിയ I1 I2 എങ്ങനെ കളയുന്ന? റെസിസ്റ്റൻസിന്റെ കൺസെപ്റ്റ് എടുത്താൽ മതി. റെസിസ്റ്റൻസിന്റെ കൺസെപ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ അത് ഇവാലുവേറ്റ് ചെയ്യും മക്കളെ? ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. റെസിസ്റ്റൻസിന്റെ കൺസെപ്റ്റ് എടുക്കുമ്പോൾ ഇവിടെ ഈ പോയിന്റ് ഉണ്ടല്ലോ, ഇത് രണ്ടുപേർക്കും പാരലൽ കണക്ഷൻ പോലെയാണ്. ഈ I1 പോകുന്ന ഈ പോർഷനും ഈ രണ്ട് പോയിന്റ്സിൽ തന്നെ കണക്ഷൻ വരുന്നത്. അപ്പൊ അത് രണ്ടും പാരലൽ ആണ്. പാരലൽ ആണെങ്കിൽ അവിടെ വോൾട്ടേജ് ഈക്വൽ ആണ്. V is equal to ടോട്ടൽ റെസിസ്റ്റൻസ് R ആണെന്ന് വിചാരിച്ചു. ടോട്ടൽ റെസിസ്റ്റൻസ് R ആണെങ്കിൽ ഇത് സ്പ്ലിറ്റ് അപ്പ് ആവുകയാണ് റെസിസ്റ്റൻസ് ഇവിടെ. അപ്പോൾ അതിന്റെ 1/4 ഇവിടെ വരും, 3/4 ഇവിടെ വരും. സോ നമുക്ക് എഴുതാം ഈ I2 കാരണം വരുന്ന റെസിസ്റ്റൻസ് R/4 ആണെങ്കിൽ മറ്റേത് 3/4 R ആയിരിക്കും. അപ്പൊ V is equal to ഇങ്ങനെ എഴുതാം, I1 into 3/4 R, V is equal to I2 into R/4 ഇങ്ങനെ എഴുതാം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇപ്പൊ രണ്ട് V തന്നെയാണ്, കാരണം ഈ രണ്ട് പോയിന്റ്സും രണ്ടുപേർക്കും സെയിം ആണ്. അപ്പൊ ഇത് 3/4 ഉണ്ട് ലെങ്ത്, ഇത് 1/4 ഉള്ളൂ. അപ്പൊ I2 കറസ്പോണ്ടിങ് ആയിട്ട് 1/4 അല്ലെങ്കിൽ R/4, I1 കറസ്പോണ്ടിങ് ആയിട്ട് 3/4 R. നമുക്ക് രണ്ടിന് റേഷ്യോ എടുക്കാം. റേഷ്യോ എടുക്കുമ്പോൾ വിയും ക്യാൻസൽ ആയി പോയി, വിയും ക്യാൻസൽ ആയി പോയി. സോ ബാക്കി വരുന്നത് എന്താ? ആറും ക്യാൻസൽ ആയി പോയി, 4ഉം ക്യാൻസൽ ആയി പോയി. കിട്ടാൻ പോകുന്നത് 1 is equal to I1 3/I2 or I2 is equal to I1 3 എന്നാ വരാൻ പോകുന്നത്. 3I1. I2 is equal to 3I1 എന്നാണ് നമുക്ക് കിട്ടിയത്. ശ്രദ്ധിക്കാം മക്കളെ, I2 is equal to 3I1. നമ്മുടെ ഇക്വേഷനിലേക്ക് നോക്കിക്കേ ഒന്ന്. 3I1 minus I2. I2 എന്താ? 3I1 ആണ്. ഇവിടെ I2 പകരം 3I1 കൊണ്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും? What will happen to the net magnetic field? The net magnetic field will be 0. Yes. Such a beautiful question. Maybe I have to try. So the magnetic field will be 0. Okay. So in the പഠിച്ച concept, ഇന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ച് 1 by 1 ഓടിച്ചിട്ട് പറയാം. എന്നിട്ട് we will wind up the class. ആദ്യം പഠിച്ച കൺസെപ്റ്റ് എന്തായിരുന്നു മക്കളെ? ഫോഴ്സ്. ആദ്യം ഫോഴ്സിന്റെ കാര്യം പറഞ്ഞു. ഓക്കെ, ഫോഴ്സ് is equal to Q into V cross B എന്ന് പറഞ്ഞു, QVB എന്ന് പറഞ്ഞു, QVB is equal to mv square by R എന്ന് പറഞ്ഞു. ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ QVB sin theta equal to mv square by R which is equal to m omega square R എന്ന് പറഞ്ഞു. അവിടെ ഒമേഗ കണ്ടുപിടിച്ചു, ഫ്രീക്വൻസി കണ്ടുപിടിച്ചു, ടൈം പീരീഡ് കണ്ടുപിടിച്ചു. പല സിറ്റുവേഷൻസ്, theta equal to 0, theta equal to 90 degree or 180 degree, particular released, neutral particle, എല്ലാ കണ്ടീഷൻസും കണ്ടുപിടിച്ചു. ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല ഞാൻ, that is regarding the magnetic field lines. ഓക്കെ, അത് പിന്നെ പറയാം അടുത്ത ക്ലാസ്സിൽ. Now അതിനുശേഷം നമ്മൾ പഠിച്ച ഫോർമുല ഏതായിരുന്നു പറഞ്ഞേ? anyone? F is equal to പറഞ്ഞോ? BIL sin theta. Okay, very good. ILB അല്ലെങ്കിൽ BIL sin theta. Okay, അതായത് നമ്മൾ ഇൻക്ലൈൻ പ്ലെയിനിൽ കണ്ടക്ടർ വെച്ചുള്ള ക്വസ്റ്റ്യൻ ചെയ്തു. അത് പ്രീവിയസ്ലി JEE മെയിൻസിനും വന്നിട്ടുള്ള ചോദ്യം കേട്ടോ. ആ ക്വസ്റ്റ്യൻ ചെയ്തു, ILB sin theta. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫോഴ്സ് ബിറ്റ്വീൻ ടു കറന്റ് ക്യാരിങ് കണ്ടക്ടേഴ്സ്, ഗാൽവനോമീറ്ററിന്റെ ക്വസ്റ്റ്യൻസ്, അതൊക്കെ ചെയ്യാം നമുക്ക് കേട്ടോ. അതൊക്കെ ചെയ്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടി വരും. So let's wind up the class for today. So take care. Good night. Bye bye.